بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക കുടുംബം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ കഴിഞ്ഞ നമ്മുടെ അവസരത്തിലൂടെ തുടക്കം കുറിച്ചത് ദാമ്പത്യ ജീവിതത്തിൽ ഒരു ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിനോടുള്ള കടമകൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിച്ചുകൊണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചില കാര്യങ്ങളെല്ലാം കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിടവാങ്ങൽ ഹജ്ജിൽ 10,000-ങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസിദ്ധമായ പ്രഭാഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളോടുള്ള കടമകൾ, പ്രത്യേകിച്ച് പുരുഷന്മാരോട് നിങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്നെല്ലാം പറഞ്ഞതിൻ്റെ ശേഷം സ്ത്രീകളോട് ചില കാര്യങ്ങൾ പറഞ്ഞു. വലക്കും അലൈഹിന്ന അല്ലാ യൂതിന ഫുറുശക്കും അഹദൻ തക്റഹൂനഹു. ആ ഭർത്താക്കന്മാരായ പുരുഷന്മാർക്ക് അഥവാ നിങ്ങൾക്ക് അവരിൽ നിന്ന് കിട്ടേണ്ടുന്ന കടമയാണ് അല്ലാ യൂതിന ഫുറുശക്കും അഹദൻ തക്റഹൂനഹു. നിങ്ങൾക്കിഷ്ടമില്ലാത്തവരെ നിങ്ങളുടെ ഭവനത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല. നിങ്ങൾ വെറുക്കുന്നവരെ നിങ്ങളുടെ വിരിപ്പിൽ ചവിട്ടാൻ അനുവദിക്കരുത്. അഥവാ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ആ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുക എന്നുള്ളതും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടുള്ള കടമകളെ സംബന്ധിച്ച് വിശദീകരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയെ ഉദ്ധരിച്ചുകൊണ്ട് ഈ ഹദീസ് വിശദീകരിച്ച മധ്യേ മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ല പറഞ്ഞു, വഹുവ മഹ്മൂലുൻ അലാ മാ ലാ തഅലമു റിള സൗജി ബിഹി അമാ ലൗ അലിമത് റിള സൗജി ബിദാലിക ഫലാ ഹറജ അലൈഹ. ഇങ്ങനെ വീട്ടിൽ ഭർത്താവിന് ഇഷ്ടമില്ലാത്തവരെ പ്രവേശിപ്പിക്കരുത് എന്ന് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ടത് എങ്ങനെയാണ്?
അലാ മാ ലാ തഅലമു റിള സൗജി ബിഹി. ഭർത്താവിന്റെ തൃപ്തി ആ വിഷയത്തിൽ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളുടെ മേലാണ്. അഥവാ ഭർത്താവിന് തൃപ്തിയില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതാരോ ആവട്ടെ ആ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല. എന്നാൽ അമ്മാലൗ അലിമത്ത് റിള സൗജി ബിദാലിക ഫലാ ഹറജ അലൈഹാ. വീട്ടിൽ പ്രവേശിപ്പിക്കുന്നത് കൊണ്ട് ഭർത്താവിന് വിരോധമൊന്നും ഉണ്ടാവില്ല, ഭർത്താവിന് അങ്ങനെ എതിർപ്പില്ലാത്ത ആളാണ് എങ്കിൽ അവരെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ ഭർത്താവിൻ്റെ അനുമതി പ്രത്യേകം ആരായേണ്ടതില്ല എന്നർത്ഥം. കാരണം ഹദീസിലെ പദം ആ സ്ത്രീകൾ അയാളുടെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ ആരെയും പ്രവേശിപ്പിക്കരുത് എന്നാണ്. അപ്പോൾ ഒരു ഭാര്യയുടെ കടമയാണ് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഭർത്താവിന് ഇഷ്ടമില്ലാത്തവരെ പ്രവേശിപ്പിക്കാൻ പാടില്ല, അനുവാദം ചോദിച്ചിരിക്കണം. അതേത് കാര്യത്തിലാണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്? ഭർത്താവിന് തൃപ്തിക്കുറവുള്ള ആളുകളുടെ കാര്യത്തിലാണെങ്കിലേ അന്വേഷണം വേണ്ടതുള്ളൂ. വരാൻ അനുമതി ചോദിക്കുന്നുണ്ട്, സിയാറ വിസിറ്റ് ചോദിക്കുന്നുണ്ട്, വീട്ടിൽ വരാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. അത് അനുവാദം ഭർത്താവിനോട് ചോദിക്കേണ്ടി വരുന്നത് ഭർത്താവിന് തൃപ്തിയില്ലാത്ത ആളുകളാകുമ്പോഴാണ്. അതേ അവസരത്തിൽ ഭർത്താവിന് പ്രശ്നമില്ല, അങ്ങനെ വീട്ടിൽ വരാറുണ്ട്, ആളുകൾ വരാറുണ്ട്, അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് പിന്നെ ഓരോരുത്തരും വരുമ്പോൾ അങ്ങനെ ഭർത്താവിനെ വിളിച്ച് അനുവാദം ചോദിക്കേണ്ടുന്ന കാര്യം ഇല്ല എന്ന് പണ്ഡിതന്മാർ അത് വിശദീകരിച്ചപ്പോൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ വേറെയും കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇദാ സറഹ സൗജു ബികറാഹിയതിഹി, ഒരു ഭർത്താവ് വ്യക്തമായി തന്നെ പ്രകടിപ്പിച്ചു, അദ്ദേഹത്തിന് വെറുപ്പാണെന്ന് അറിയിച്ചു, ദുഖൂല ശഖ്സിൻ മുഅയ്യൻ, ഇന്ന ഒരു വ്യക്തി എൻ്റെ വീട്ടിലേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് ഭർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ച് തൻ്റെ ഭർത്താവിൽ തൻ്റെ അസാന്നിധ്യത്തിൽ വീട്ടിലേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് ഭാര്യയെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഫയഹ്റുമു അലൈഹാ, ഒരു ഭാര്യക്ക് ഹറാമാണ്, അനുവദനീയമല്ല, നിഷിദ്ധമാണ് അൻ തഅ്ദന ലഹു ഫീ ദുഖൂലി ബൈതി സൗജിഹാ, തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അത്തരത്തിലുള്ള ആളുകളെ പ്രവേശിപ്പിക്കൽ, അവരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കൽ ഭാര്യക്ക് നിഷിദ്ധമാണ്. ഇത് ചർച്ച ചെയ്തപ്പോൾ നമുക്കൊക്കെ ഉണ്ടാകാവുന്ന ചില ആശങ്കകൾ, സംശയങ്ങൾ പണ്ഡിത ലോകത്ത് ചർച്ചയിൽ വന്നിട്ടുണ്ട്. അതായത് വലാകിൻ ഹൽ ലിസ്സൗജി അൻ യംനഅ സൗജതഹു മിൻ ഇദ്ഖാലി വാലിദൈഹാ ഔ മഹാരിമഹാ ലിസിയാറതിഹാ. അത് നല്ലൊരു ചർച്ചയാണ്. കാരണം ഇത് കേൾക്കുമ്പോൾ നമ്മിൽ പലരുടെയും മനസ്സിൽ ഉണ്ടായിരിക്കാം ഇപ്പോൾ തന്നെ ഇഷ്ടമില്ലാത്തവരെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഹൽ ലിസ്സൗജി, ഒരു ഭർത്താവിന് പാടുള്ളതാണോ അൻ യംനഅ സൗജതഹു, തൻ്റെ ഭാര്യയോട് തടയണമെന്ന് പറയൽ, മിൻ ഇദ്ഖാലി വാലിദൈഹാ, അവളുടെ മാതാപിതാക്കളെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് ഒരു ഭാര്യയോട് പറയും, നിന്റെ ഉമ്മയിപ്പി ഇങ്ങോട്ട് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെ തടയാൻ പാടുണ്ടോ? ഔ മഹാരിമഹാ, അല്ലെങ്കിൽ അവളുടെ ആങ്ങളമാരി, വിവാഹബന്ധം നിഷിദ്ധമായ അതാണല്ലോ മഹറബുകൾ, അടുത്ത ബന്ധുക്കളായ ആളുകൾ വീട്ടിലേക്ക് ലിസിയാറതിഹാ, അവളെ വിസിറ്റ് ചെയ്യാൻ, അവളെ സന്ദർശിക്കാൻ വേണ്ടി വരുന്നത് മുടക്കാൻ ഒരു ഭർത്താവിന് പാടുള്ളതാണോ? ഇത് പണ്ഡിത ലോകം ചർച്ച ചെയ്തിട്ടുണ്ട്. ഫിൽ മസ്അലത്തി ഖിലാഫുൻ ബൈന അഹ്ലിൽ ഇൽമി അലാ ഖൗലൈൻ, രണ്ട് വീക്ഷണം ഈ വിഷയത്തിലും ഉലമാഇനിടയിലുണ്ട്. പണ്ഡിത ലോകത്ത് ഈ വിഷയത്തിലും രണ്ടഭിപ്രായമുണ്ട്. അൽ ജവാസു, അനുവദനീയമാണ്, അങ്ങനെ തടയാം എന്ന് പറഞ്ഞവരുണ്ട്. വൽ മൻഉ, അങ്ങനെ തടയാൻ പാടില്ല, അത് വിരോധിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അതാരൊക്കെ ഏതൊക്കെ പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് അതിലേക്കൊന്നും നമ്മൾ പോകേണ്ടതില്ല. പണ്ഡിത ലോകത്ത് രണ്ട് വീക്ഷണങ്ങളുമുണ്ട്. ഇത് പറഞ്ഞതിൻ്റെ ശേഷം വറാജിഹു മിൻ ഹാദിഹിൽ അഖ്വാൽ, എന്നാൽ ഈ രണ്ട് പണ്ഡിത വീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് ഏറ്റവും പ്രബലമായി തോന്നുന്നത് ഹുവ അന്നഹു ലാ യഹഖു ലിൽ സൗജി മൻഉൽ വാലിദൈനി വൽ മഹാരിം മിൻ സിയാറത്തി സൗജതിഹി. അതിലേറ്റവും പ്രബലമായ അഭിപ്രായം ഒരു ഭർത്താവിനും പാടില്ല മൻഉൽ വാലിദൈനി വൽ മഹാരിം, അവളുടെ മാതാപിതാക്കളെയോ അവളുടെ രക്തബന്ധുക്കളെയോ അടുത്ത ബന്ധുക്കളെയോ ഒക്കെ അവളെ സന്ദർശിക്കാൻ വരുന്നത് എനിക്കിഷ്ടല്ല, തടയാൻ
അധികാരമില്ല, പാടില്ല. കാരണം ലിമാ ഫീ ദാലിക മിൻ ഖതിയത്തിർ റഹിമി, അതിൽ രക്തബന്ധത്തെ വിച്ഛേദിക്കുന്ന ഏറ്റവും വലിയ പാതകം അതിലുണ്ട്. വൽ ഖതിയതു, രക്തബന്ധം വിച്ഛേദിക്കുക എന്നുള്ളത്, കുടുംബ ബന്ധത്തെ മുറിച്ചു കളയുക എന്നുള്ളത്, അത് മുഹറമ അലാ കുല്ലി ഹാൽ, ഏതവസ്ഥയിലും അത് പാടില്ലല്ലോ. രക്തബന്ധത്തിന് വലിയ വിലയാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. ബന്ധങ്ങൾ വിളക്കി ചേർക്കാനായി ഇസ്ലാം പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ അല്ലാഹു തആല ചേർക്കാൻ കൽപ്പിച്ച ബന്ധങ്ങളെ ചേർക്കുന്നവരാണ് എന്നാ പറഞ്ഞത്. അതേ അവസരത്തിൽ മുനാഫിഖീങ്ങളെക്കുറിച്ചും ഫാസിഖീങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞിടത്ത്, ദുർവൃത്തരെക്കുറിച്ചും തെമ്മാടികളെക്കുറിച്ചുമൊക്കെ പറഞ്ഞിടത്ത് അള്ളാഹു അവരുടെ സ്വഭാവമായി പറഞ്ഞത് അവർ യഖ്തഊന മാ അമറല്ലാഹു ബിഹി അയ്യൂസല, അല്ലാഹ് ചേർക്കണമെന്ന് നിർബന്ധമായും പറഞ്ഞിട്ടുള്ള ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവരാണവർ എന്നാണ്. അപ്പൊ മുഅ്മിനീങ്ങളുടെ സ്വഭാവം ബന്ധങ്ങൾ വിളക്കി ചേർക്കലാണ്. അങ്ങനെ ഇസ്ലാം വലിയ പ്രാധാന്യത്തോടെ പറഞ്ഞതാണ് ഈ ബന്ധങ്ങൾ വിളക്കി ചേർക്കുക എന്നുള്ളത്. ബന്ധങ്ങൾ നിലനിർത്തുക, രക്തബന്ധത്തിന് വലിയ വിലയാണ്. ബന്ധങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. ഖാത്തിഉർ റഹിം, രക്തബന്ധങ്ങൾ, ബന്ധങ്ങളെ തമ്മിൽ പിരിക്കുന്ന, കുടുംബത്തിൽ തമ്മിൽ തല്ലുണ്ടാക്കുന്ന, ആണാവട്ടെ പെണ്ണാവട്ടെ അങ്ങനെ ബന്ധങ്ങളെ വിച്ഛേദിച്ച് കളയുന്നവർ ലാ യദ്ഖുലുൽ ജന്ന എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല. ലാ യദ്ഖുലുൽ ജന്നത ഖാത്തിഉ റഹ്മിൻ, ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് വലിയ ഗൗരവമാണത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭർത്താവാണ്, എൻ്റെ വാപ്പങ്ങോട്ട് കയറാൻ പാടില്ല, എൻ്റെ ഉമ്മങ്ങോട്ട് കയറാൻ പാടില്ല, എൻ്റെ ആങ്ങളങ്ങോട്ട് വരാൻ പാടില്ല എന്നൊന്നും തടസ്സപ്പെടുത്തിക്കൊണ്ടൊരു ബന്ധത്തെ വഷളാക്കുവാനോ ഒരു ബന്ധത്തെ മുറിച്ചു കളയാനോ ഭർത്താവിന് പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഭർത്താവ് ഏതെങ്കിലുമൊക്കെ ബന്ധങ്ങൾ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് വിളക്കി ചേർക്കേണ്ടയാളാണ്, അല്ലാതെ വിച്ഛേദിക്കേണ്ടയാളല്ല. അത് തൻ്റെ ഭാര്യയോടുള്ള ഏറ്റവും നല്ല സഹവാസത്തിൽപ്പെട്ടതാണ്. കാരണം ആ ഭാര്യയ്ക്ക് ഇഷ്ടമാണല്ലോ അവളുടെ ഉമ്മ വരുന്നത്, അവളുടെ ഉപ്പ വരുന്നത്, അവളുടെ ആങ്ങളമാര് വരുന്നത്. അത് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവളുടെ മനസ്സല്ലേ വിഷമിക്കുന്നത്. നീ അവളുടെ മനസ്സ് വിഷമിപ്പിക്കേണ്ടവളല്ലല്ലോ, വിഷമിപ്പിക്കേണ്ടവനല്ലല്ലോ, അവൾക്ക് സന്തോഷം പകരേണ്ടവനല്ലേ. അതുകൊണ്ട് അവളുടെ മനസ്സിനെ സന്തോഷിപ്പിച്ചു എന്ന പുണ്യം കൂടി നിനക്ക് നേടാൻ നീ അതാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുകൂടി ഇത് വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു. അതേ അവസരത്തിൽ ഒരു കാര്യം അവർ പറയാതിരുന്നിട്ടുമില്ല. അതെന്താ? എന്നാൽ ഭർത്താവിന് ന്യായമായ കാരണങ്ങളുണ്ട്. ഇവളുടെ ഭാര്യയുടെ ബന്ധുക്കളിൽ ചിലരിൽ വലിയ സംശയമുണ്ട്. അവരിൽ നിന്നാരെങ്കിലും അല്ലെങ്കിൽ മാതാപിതാക്കൾ ആരെങ്കിലും തന്നെയും ഭാര്യാഭർത്താക്കൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കാനാണ് അവർ വരുന്നത് എന്ന് ഉറപ്പായാൽ, ന്യായമാണെങ്കിൽ അവർ വരുന്നത് കൊണ്ട് ഇവർ തമ്മിലുള്ള ബന്ധം വഷളാവാണ്, അവരെ ദീന് നഷ്ടപ്പെടുകയാണ്, അവരെ ദീനിൽ നിന്ന് അകലെയാണ്. അങ്ങനെ ന്യായമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് പറഞ്ഞു, അത്തരം ഘട്ടങ്ങളിൽ ഭർത്താവിന് അത്തരത്തിലുള്ള ബന്ധുക്കളുടെ വിസിറ്റിംഗ് തടയാം. അതെന്തിനു വേണ്ടി? ദർ അല്ലിൽ മഫ്സദ, അവര് വരാതിരിക്കുന്നതിനേക്കാൾ വന്നാലാണ് കുഴപ്പം. ആ കുഴപ്പത്തെ തടുക്കാൻ വേണ്ടി അത്തരം ഘട്ടങ്ങളിൽ വലാ ഇസ്മ അലൈഹി ഫീ ദാലിക, അത്തരം സാഹചര്യങ്ങളിൽ തടയാം, അത് പ്രശ്നമല്ല. കാരണം അവർ വന്നാലുണ്ടാകുന്നതിനേക്കാൾ വലിയ ഫസാദാണ്. ആ ഫസാദ് എന്തെന്ന് നിർവചിക്കേണ്ടത് ഭർത്താവ് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, ദീനിയായ നിലക്ക് ഫസാദാവണം, ദീനിൽ പരിഗണിക്കപ്പെടുന്ന നിലക്കുള്ള ഫസാദാവണം. അല്ലാതെ എനിക്ക് തോന്നുകയാണ് എൻ്റെ ഉമ്മയുടെ വന്ന ഫസാദാണ് ഞാനാണ് തീരുമാനിച്ചിട്ട് കാര്യമില്ല. അത് അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണനീയമായ നിലക്കുള്ള എഴുതറാവണം, കാരണമാവണം, എങ്കിൽ തടയാം. ഇതാണ് ഈ വിഷയത്തിൽ ഹദീസുകളെ വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാരിൽ ആധുനികരായവരും പലരും ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സഹോദരങ്ങളെ, ഭർത്താവിനോടുള്ള കടമ എന്ന നിലക്ക് ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളെ പാലിക്കുന്നതിൽപ്പെട്ടതാണ്. അതിനോട് ചേർത്തുകൊണ്ടാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഒരു പെണ്ണ് സുന്നത്ത് നോമ്പ്, പുണ്യമുള്ള സുന്നത്ത് നോമ്പാണെങ്കിൽ പോലും ഭർത്താവ് സ്ഥലത്തുണ്ടെങ്കിൽ
ആ ഭർത്താവിൻ്റെ അനുമതി തേടിയിട്ടല്ലാതെ നോമ്പെടുക്കരുത്. പറഞ്ഞാൽ എല്ലാ ദിവസവും ഇങ്ങനെ ഞാൻ നോമ്പെടുത്തോട്ടെ എന്ന് ചോദിക്കണം എന്നില്ല. ഈ പറഞ്ഞതുപോലെ ഭർത്താവിന് താല്പര്യക്കുറവുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിന്നത് മനസ്സിലാവും. അത്തരം ഘട്ടങ്ങളിലുള്ള ഭർത്താക്കന്മാരാണെങ്കിലേ ചോദിക്കേണ്ടതുള്ളൂ. അല്ല, നോമ്പെടുക്കണതിൽ സന്തോഷമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ചോദിക്കൽ ഇതിൻ്റെ ഒരു ഷർത്തായിട്ട് ഇസ്ലാം പറഞ്ഞു. എതിർപ്പില്ല എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ സുന്നത്ത് നോമ്പുകളിൽ എടുക്കാം. ഫർദ് നോമ്പിന് അത് ബാധകമല്ലതാനും. അപ്പൊ സുന്നത്തായ നോമ്പുകൾ ഭർത്താവ് അതെന്തിനാണ്? ആ ഭർത്താവിൻ്റെ താല്പര്യങ്ങൾക്ക് വിഘാതം വരരുത് എന്ന നിലക്ക് ഇസ്ലാം അതുപോലും പരിഗണിച്ചു എന്നാണ് നമ്മൾ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ അവരുടെ സമ്പത്തിൽ നിന്ന് അനുവാദമില്ലാതെ ചെലവഴിക്കരുത്, അവരുടെ കാശിൽ നിന്ന് അനുമതിയില്ലാതെ നിങ്ങൾ എടുക്കരുത്. അവരുടേതായ സമ്പത്തെടുക്കുമ്പോൾ അവരോട് അനുവാദം ചോദിക്കണം. എന്നാൽ ഭർത്താവ് അയച്ചു കൊടുത്തതാണ്, അല്ലെങ്കിൽ ഭർത്താവിന് സമ്മതമാണ്, വീട്ടിൽ ആവശ്യത്തിനുള്ളത് നീ എടുത്തോളണം എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഓരോ കാശെടുക്കുമ്പോഴും ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കേണ്ടതുണ്ടോ? ഇല്ല. അതിന് പ്രത്യേകമായ സാഹചര്യങ്ങൾ അതൊരു പെണ്ണിന് മനസ്സിലാകും, ഞാനിത് ചോദിക്കേണ്ടതാണോ ചോദിക്കേണ്ടതല്ലേ. മാത്രമല്ല, അങ്ങനെ അനുവാദമില്ലാതെ ഭർത്താവിൻ്റെ സ്വത്തിൽ നിന്ന് ഭർത്താവിന് ഇഷ്ടമുണ്ട് അനുവാദമില്ലാതെ ധർമ്മം ചെയ്താൽ അതിൻ്റെ പകുതി പ്രതിഫലം ഭർത്താവിന് തന്നെയും പ്രത്യേകിച്ച് ലഭ്യമാകുന്നുണ്ട്. ഭാര്യയ്ക്കും കിട്ടുന്നുണ്ട്, ഭർത്താവിനും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോഴും ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഇസ്ലാം സമൂഹത്തോട് കൃത്യമായി തന്നെ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഇസ്ലാം ഒരു പ്രധാനപ്പെട്ട ബാധ്യതയായി പറഞ്ഞല്ലോ, നീ അവളെ നോക്കിയാൽ ഒരു ഉത്തമയായ പെണ്ണിനെ ലഭ്യമാവുക എന്നതാണ് ഒരാൾക്ക് ദുന്യാവിൽ വെച്ച് കിട്ടുന്ന ഏറ്റവും വലിയ നിഅമത്തെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? ഒരു നല്ല പെണ്ണിനെ കിട്ടുക. എന്താണ് ആ നല്ല പെണ്ണിൻ്റെ ലക്ഷണം പറഞ്ഞത്? ഒന്ന്, നീ അവളെ നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കും. അവിടെയൊക്കെ ഇസ്ലാമിന് ഒരുപാട് അധ്യാപനങ്ങളുണ്ട്. ഒരു പുരുഷന്റെ കണ്ണിന് ആനന്ദം, കൽബിന് കുളിര് പകരുന്ന ആയിരിക്കണം ഒരു ഭാര്യ. നീ അവളെ നോക്കിയാൽ കണ്ണിനും മനസ്സിനും ആനന്ദം പകരുന്ന നിലക്ക്. പുരുഷലോകത്തിൽ നിന്ന് ഈ ഒരു കാലഘട്ടത്തിൽ അവർ ധാരാളമായി ആളുകളുമായി ഇടപഴകുന്ന ആളുകളാണ്. അവർ പുറത്തേക്ക് ജോലിക്കിറങ്ങുന്നവരാണ്, സ്ത്രീകളെ പോലെയല്ല. അവർ പുറത്താണ് അവരധിക സമയവും. ധാരാളം സ്ഥലങ്ങളിലൂടെ അവർ യാത്ര ചെയ്യേണ്ടി വരുന്നു. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ധാരാളക്കണക്കിന് സ്ത്രീകളെ അവർ വിചാരിക്കാതെ തന്നെയും അവരുടെ ദൃഷ്ടിയിൽ കാണേണ്ടി വരുന്നുണ്ട്. അതിൽ പല രൂപത്തിലുള്ള സ്ത്രീകളെ അവർ കാണേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറഞ്ഞു, ഒരു ഭാര്യ തൻ്റെ ഭർത്താവുമായിട്ടുള്ള ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞിട്ടുള്ള ഏതാനും നാളുകൾ മാത്രമല്ല, ഏത് കാലത്തും തൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വേഷവിധാനം, തൻ്റെ ഭർത്താവിന് ഏതാണോ താല്പര്യം അതാണല്ലോ ഭർത്താവിന് വേണ്ടി അലങ്കാരമണിയലായി മാറുക. തനിക്ക് വേണ്ടി തനിക്കിഷ്ടമുള്ള വസ്ത്രങ്ങളും തനിക്കിഷ്ടമുള്ള അലങ്കാരമണിയലല്ല, അത് തനിക്ക് വേണ്ടിയുള്ള അലങ്കാരമേ ആവുകയുള്ളൂ. ഇസ്ലാം പ്രയോഗിച്ചത് ഭർത്താവിന് വേണ്ടി എന്നാണ്. ഭർത്താവിന് വേണ്ടി ഒരുങ്ങണം, അതൊരു ഭാര്യയുടെ കടമയാണ്. ഭാര്യയ്ക്ക് വേണ്ടി ഒരുങ്ങൽ ഭർത്താവിൻ്റെയും കടമയാണ്. രണ്ടുമുണ്ട്. എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി ഒരുങ്ങുന്നത് ഇഷ്ടപ്പെടുന്നത് പോലെ അവൾക്ക് വേണ്ടി ഞാനും ഒരുങ്ങുന്നത് ഇഷ്ടപ്പെടുന്നു. അത് ഇസ്ലാമികമായി കൃത്യമായി തന്നെ ഇസ്ലാം പഠിപ്പിച്ചൊരു നിയമമാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ അപസ്വരങ്ങൾ ഉയരാതിരിക്കാൻ, അവരുടെ വിവാഹ ജീവിതം എന്നും ഊഷ്മളമായി നിലനിൽക്കാൻ, നാളേറെ ചെന്നാലും അവർക്കിടയിൽ മറ്റൊരു സ്ത്രീയിലേക്കൊരു ആശ ഒരു ഭർത്താവിൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കാതിരിക്കൽ ഒരു ഭാര്യയുടെ കടമയാണ്. അതിന് അവളിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടണം. അവിടെ ഇസ്ലാം വളരെ കൃത്യമായി തന്നെ നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിന് വേണ്ടി എത്ര കാലം കഴിഞ്ഞാലും ശരി ഒരുങ്ങണം, അലങ്കാരമണിയണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇന്ന് പലപ്പോഴും പല സ്ത്രീകളും ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അത്തരം ശ്രദ്ധിക്കുമെങ്കിലും കുറേ കാലം കഴിഞ്ഞാൽ പറയും, ഇനിയിപ്പോൾ എന്താ കുട്ടികളൊക്കെ കെട്ടിക്കാനായി, ഇനിയിപ്പോൾ നമ്മളെങ്ങോട്ട് ഒരുങ്ങാനാ, പെണ്ണിനെ കെട്ടിക്കാനായി, വലിയ മകളായി, എന്നിട്ട് ഇപ്പോഴും ഇങ്ങനെ ഒരുങ്ങി നടക്കുക. ആ ചിന്തയുണ്ടാകാനേ പാടില്ല. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭാര്യ അയാൾക്കെന്നും ഭാര്യ തന്നെയാണ്. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവ് അവൾക്കെന്നും ഭർത്താവ് തന്നെയാണ്. പ്രായമാവട്ടെ ആവാതിരിക്കട്ടെ, ഏത് കാലഘട്ടത്തിലും ഇസ്ലാം, ചില ആണുങ്ങൾക്ക് അതിൻ്റെ ഒന്നും താല്പര്യം ഉണ്ടാവില്ല, താല്പര്യമുള്ളവരെ കാര്യമായി പറയുന്നു.
ചില ആൾക്കാർക്ക് പിന്നെ പെണ്ണ് എങ്ങനെയാലും കുഴപ്പമില്ല എന്നായിരിക്കും. ഞാൻ അവൾ എങ്ങനെ ഈങ്ങി മുഷിഞ്ഞാലും, ഇനി മത്തി മണത്താലും അയല മണത്താലും ഇനി വേറെ കോണോയിൽ മണത്താലും എന്തായാലും പ്രശ്നമില്ല. അങ്ങനെ ഉണ്ടാവും കുറേ കൗമ്. അത് ഇങ്ങോട്ട് ഉദയമായിട്ടുണ്ടാവും, എൻ്റെ ഭർത്താവ് എന്തായാലും വേണ്ടില്ല, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ. അത് പിന്നെ പ്രശ്നമല്ല, അവിടെ പൊട്ടലും ചീറ്റലൊന്നും ഉണ്ടാവില്ല. കാരണം പ്രശ്നമല്ല, രണ്ടാൾക്കും മത്തിമണം തന്നെ മുന്തിയ സ്പ്രേ ആണെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ, അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാല്ല. അതേ അവസരത്തിൽ ഒരു ഭർത്താവിൻ്റെ താല്പര്യം എന്താണ് അത് ഭാര്യ ആദ്യം പഠിക്കണം. ഒരു ഭർത്താവിന് എന്താണ് ഇഷ്ടം അത് ഭാര്യ പഠിക്കണം. ഇഷ്ടങ്ങൾ അറിയണം, ഇഷ്ടങ്ങൾ അറിഞ്ഞ് പെരുമാറണം എന്നാണ് ഇസ്ലാം പറയുന്നത്. ഇന്നെന്താണ് ദാമ്പത്യ ജീവിതങ്ങളിൽ പൊട്ടലുകളും ചീറ്റലുകളും വിള്ളലുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താ? ഇസ്ലാമിൻ്റെ നിയമങ്ങളെ പാലിക്കാൻ പലപ്പോഴും തയ്യാറാകുന്നില്ല. ഇന്ന് പലപ്പോഴും ഒരുങ്ങുന്നത് അകത്തേക്ക് കയറാനല്ല, പുറത്തേക്ക് പോകാനാണ്. ഇസ്ലാം പറഞ്ഞതിൻ്റെ നേരെ ആരോ തിരിച്ചിട്ടു. വിപരീത ബുദ്ധിയാണെന്ന് നടക്കുന്നത്. പെണ്ണ് സുഗന്ധം ഉപയോഗിക്കുന്നു, എന്തിന്? അകത്തേക്ക് കയറാനല്ല, പുറത്തു പോകാൻ. പെണ്ണ് മുടിചീകി പൗഡറിടുന്നു, കൺമഷിയിടുന്നു, മൈലാഞ്ചി ഇടുന്നു, എന്തിന്? പുറത്തേക്കിറങ്ങാൻ. ഏറ്റവും നല്ല രൂപത്തിലുള്ള മുന്തിയ ഡ്രസ്സുകൾ അടിച്ച്, പെർഫ്യൂം അടിച്ച് പുറത്തേക്കിറങ്ങുന്നു, ആഭരണങ്ങൾ അണിയുന്നു, എന്തിനു പോകാൻ? ഇസ്ലാം പറയുന്നത് പുറത്തേക്ക് പോകാൻ ഒരുങ്ങരുത്, അകത്തേക്ക് പോകാൻ ഒരുങ്ങിയേ പറ്റൂ. അവിടെയാണ് ഇസ്ലാം പഠിപ്പിച്ച നിയമത്തെ സമൂഹം കീഴ്മേൽ മറിച്ചിട്ടത്. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. ഒരുപാട് സ്ത്രീകളെ പലപ്പോഴും കണ്ടുവരുന്ന മനസ്സിൽ പല പൈശാചികമായ ചിന്തകളും ഉണ്ടാകാൻ ഇടവരുന്ന നിലക്ക് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീട്ടിൽ ഒരു കരി പുരണ്ട, ഒരു മത്തി മണക്കുന്ന, ഒരു മീൻ മണക്കുന്ന, കോണോയിൽ മണക്കുന്ന, ഒരു ഈങ്ങി മുഷിഞ്ഞൊരു വസ്ത്രത്തിൻ്റെ ഒരു കോലം കണ്ടാൽ അയാളുടെ മനസ്സിൽ വിഷമമുണ്ടാവും. അപ്പൊ അതിനുള്ള ന്യായീകരണങ്ങൾ പലതും കണ്ടെത്തും. ഒരുപാട് പണിയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, അതൊക്കെ ഉണ്ടാവട്ടെ. അതോടൊപ്പം ഇതുകൂടി ശ്രദ്ധിക്കുന്നതിലാണ് മിടുക്ക് എന്നാണ് ഇസ്ലാം പറയുന്നത്. ഇസ്ലാം അത് വളരെ ഗൗരവത്തോടുകൂടെ തന്നെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതേ അവസരത്തിൽ പുറത്തേക്കിറങ്ങുമ്പോൾ സുഗന്ധം ഉപയോഗിക്കുന്നവളെ എന്തെന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അയ്യുമംറാത്തിൻ, ഏതെങ്കിലും ഒരു സ്ത്രീ, അവൾ എന്ത് ചെയ്യുന്നു? ഇദസ്തഅതറത്തിൽ മർഅതു, ഒരു പെണ്ണെന്ത് ചെയ്യാണ്? ഒരു പെണ്ണതാ സുഗന്ധം ഉപയോഗിക്കുന്നു. ഫമറത്ത് അലൽ ഖൗം, അവൾ പുറത്തേക്കിറങ്ങി ഒരു ജനതയുടെ സമീപത്തുകൂടെ അവൾ നടന്നു പോകുന്നു. അവൾ സുഗന്ധം പൂശിയത് ലിയജിദൂ റിഹഹാ, അവളുടെ നല്ല സുഗന്ധം എല്ലാവരും ഒന്ന് ആസ്വദിക്കട്ടെ എന്ന നിലക്ക്, മറ്റുള്ളവർക്ക് സുഗന്ധം ആസ്വദിക്കാൻ വേണ്ടി പുറത്തേക്കിറങ്ങുമ്പോൾ രൂക്ഷമായ നല്ല ഗന്ധമുള്ള ആ നിലക്കുള്ള സ്പ്രേകളും ആ നിലക്കുള്ള സുഗന്ധങ്ങളും ഉപയോഗിച്ച് പുറത്തു പോകുന്ന പെണ്ണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഹിയ കദാ വകദാ, അവൾ ഇപ്രകാരവുമാണ്. ഖാല ഖൗലൻ ശദീദൻ, വളരെ കടുത്ത ഭാഷയാ അല്ലാഹുവിൻ്റെ റസൂൽ പ്രയോഗിച്ചത്. എന്താ പ്രയോഗിച്ചതെന്നറിയോ? ഫഹിയ സാനിയ, അവൾ വേശ്യയാണ്, അവൾ വ്യഭിചാരിണിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം എന്താ? അവൾ സുഗന്ധം ഉപയോഗിച്ചത് പുറത്തേക്കിറങ്ങാനാണ്. പുറത്തേക്കിറങ്ങുമ്പോൾ സുഗന്ധം വേണ്ടതില്ല. പുറത്തേക്കിറങ്ങുമ്പോഴല്ല സുഗന്ധം ഉപയോഗിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തതാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ദീന് പഠിച്ച സഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അവിടുന്നതാ വഴിക്ക് വെച്ച് ഒരു സുഗന്ധം ഉപയോഗിച്ച പെണ്ണിനെ കാണുകയാണ്. ആ പെണ്ണിൽ നിന്ന് സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുന്നുണ്ട്. ഉടനെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആ പെണ്ണിനോട് ചോദിക്കുകയാണ്, യാ അമത്തൽ ജബ്ബാർ, ജബ്ബാറായ അല്ലാഹുവിന്റെ അടിമയായ പെണ്ണേ, ഐന തുരീദീന, നീ എവിടേക്കായി പോകുന്നത്? എവിടേക്ക് ഉദ്ദേശിച്ചിട്ടാണ് ഈ പോകുന്നത്? ആ സ്ത്രീ പറഞ്ഞു, അൽ മസ്ജിദ, ഞാൻ പള്ളിയിലേക്ക് പോവുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വലഹു തതയ്യബ്തി, പള്ളിയിൽ പോകാൻ വേണ്ടിയാണോ നീ സുഗന്ധം ഉപയോഗിച്ചത്? അവൾ പറഞ്ഞു, നഅം, അതെ. ആ നേരത്തെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവരോട് പറയാണ്, ഫഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു അയ്യുമ ഇംറാത്തിൻ തതയ്യബത് ثم خرجت الى المسجد لم تقبل لها صلاة حتى تغتسل. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അയ്യുമ ഇംറാത്തിൻ, ഏതെങ്കിലും ഒരു പെണ്ണ്, തതയ്യബത്ത്, അവൾ തീബ് ഉപയോഗിച്ചു, അവൾ സുഗന്ധം ഉപയോഗിച്ചു, സുമ്മ ഖറജത് ഇലൽ മസ്ജിദി,
പിന്നീട് അവൾ പള്ളിയിലേക്ക് പുറപ്പെടുകയും ചെയ്താൽ ലം തുഖ്ബൽ ലഹാ സ്വലാത്തുൻ ഹത്താ തഗ്തസില, അവൾ കുളിക്കുന്നത് വരെ അവളുടെ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല. കേട്ടോ, സുഗന്ധം ഉപയോഗിച്ച് പള്ളിയിൽ പോയപ്പോൾ രൂക്ഷമായ ഗന്ധമുള്ള, അന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയ അടിച്ച് വീശുന്ന നിലക്ക് സ്ത്രീകൾക്ക് ലൈറ്റ് സുഗന്ധമാണ് ഇസ്ലാം അനുവദിച്ചത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അനിവാര്യ ഘട്ടത്തിൽ ഇപ്പോൾ സ്ത്രീകൾക്കിടയിൽ പോയിരിക്കുമ്പോൾ അവർ വൃത്തികെട്ട മണം ഉണ്ടാവാൻ പാടില്ലല്ലോ. സ്ത്രീകൾക്കിടയിൽ ഇടപഴകുമ്പോഴും അവരുടേതായ സദസ്സുകളിൽ കൂടെ ഇരിക്കുമ്പോഴുമൊന്നും തൊട്ടടുത്തിരിക്കുന്ന സഹോദരിക്ക് വിഷമകരമായ ദുർശിച്ച മണങ്ങളൊന്നും അവളുടെ ബോഡിയിൽ നിന്നുണ്ടായിക്കൂടല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യാം, അതിനെയൊക്കെ തടയുന്ന നിലക്ക് നല്ല സോപ്പൊക്കെ ഉപയോഗിച്ച് ലൈറ്റായ സുഗന്ധങ്ങൾ അവർക്ക് ഉപയോഗിക്കാം, അതിന് വിരോധമല്ല. അതേ അവസരത്തിൽ ഏത് മുന്തി അടിച്ചു വീശുന്ന സുഗന്ധവും പെണ്ണിന് ഉപയോഗിക്കാം. എവിടെ? വീട്ടിൽ അതൊക്കെ ഉപയോഗിച്ചോളൂ. പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. പള്ളിയിലേക്ക് പോകുന്ന സ്ത്രീയിൽ നിന്ന് നല്ല രൂക്ഷമായിട്ട് ഈ സുഗന്ധം അടിച്ച് വീശുന്നത് കണ്ടപ്പോഴാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അത് പറഞ്ഞതെങ്കിൽ, പള്ളിയിലേക്ക് ഇബാദത്തിന് പോകുന്ന വേളയിൽ പോലും അത് അനുവദനീയമല്ലെങ്കിൽ പാർക്കിലേക്ക് പോകുമ്പോഴും മാളിലേക്ക് പോകുമ്പോഴും സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോഴും കല്യാണത്തിന് പോകുമ്പോഴും അങ്ങാടിയിലേക്ക് പോകുമ്പോഴും ഷോപ്പിങ്ങിന് പോകുമ്പോഴും കല്യാണത്തിന് പോകുമ്പോഴും അങ്ങനെ പലയിടത്തേക്കും ഇറങ്ങുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ വിധി? ശരിക്കും മനസ്സിലാക്കണം. അതാ ഇസ്ലാമിൻ്റെ നിയമം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ അടിച്ചു വീശുന്ന സുഗന്ധവും ലൈറ്റ് ഉപയോഗിക്കുക. അവരടുത്ത് ഇടപഴകുന്ന ആൾക്ക് ദുഷിച്ച മണമൊന്നും ഉണ്ടാവാതിരിക്കാൻ ഉപയോഗിക്കാം. അതേ അവസരത്തിൽ സ്ത്രീകൾക്ക് ഏത് രൂപത്തിലുള്ള സുഗന്ധവും ഉപയോഗിക്കുക തൻ്റെ ഭർത്താവിൻ്റെ അടുത്ത്, വീട്ടിൽ. ഇതാണ് ഇസ്ലാമിൻ്റെ നിയമം. കാരണം അവൾ മുഖേന ഒരാൾ ഒരു ഫിത്നയിൽ അകപ്പെടരുത്. അത് ഇസ്ലാമിന് നിർബന്ധമുണ്ട്. മറ്റിടങ്ങളിലേക്ക് പുറപ്പെടുമ്പോൾ അത് അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എന്താ? ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഫിത്നയാണ്. അവൾ പുറത്തേക്ക് ഇറങ്ങി ഈ രൂപത്തിലുള്ള സുഗന്ധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവളെ പാസ് ചെയ്ത് കടന്നു പോകുന്ന ആണുങ്ങളുടെ മനസ്സിൽ അതൊരു ദുർവികാരങ്ങൾ ഉണ്ടാക്കും. ഒന്നും കൂടെ തിരിഞ്ഞു നോക്കും, ഒരു ദുഷിച്ച ചിന്താഗതി അയാളുടെ മനസ്സിലുണ്ടാകും. അത് സംഭവിക്കുന്നത് രൂക്ഷഗന്ധമുള്ള അടിച്ചു വീശുന്ന ഗന്ധമുള്ള സുഗന്ധം ഉപയോഗിച്ചാലേ അത് വരുള്ളൂ. അല്ലെങ്കിലും അത് മനസ്സിലാവില്ല. ഒരു നോർമൽ ഗന്ധമുണ്ട്, ആർക്കും മനസ്സിലായില്ല, അത് കുഴപ്പമില്ല. ഒരു പെണ്ണിന് അതുപോലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. തീരെ തൊട്ടുകൂടാ, ഇങ്ങനെ മണത്തിട്ട് തന്നെ നടക്കണം എന്ന് പറഞ്ഞോ? അതില്ല. അവരുടേതായ സദസ്സുകളിലും വേദികളിലും ഒക്കെ പെണ്ണുങ്ങളുടെ കൂടെ ഇരിക്കൂലേ? അപ്പോൾ അവരുടെ കൂടെ ഇരിക്കുമ്പോഴും അവർ പള്ളിയിൽ അവരുടെ കൂടെ ഇരിക്കുമ്പോഴൊക്കെ ആ നിലക്ക്. എന്നാൽ പുറത്തിറങ്ങിയിട്ട് അവരങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ ഒരു വലിയ സുഗന്ധം അങ്ങോട്ട് അടിച്ചു വീശുന്ന നിലക്കുള്ളത് അവർക്ക് അനുവദിച്ചിട്ടില്ല. അതാണ് പണ്ഡിതന്മാർ അതിൽ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ ആ നിലക്കുള്ളത് വിരോധമില്ല. അതേ അവസരത്തിൽ മറ്റുള്ളവരെ പ്രയാസത്തിലാക്കുന്ന അഥവാ ഒരു പുരുഷ മനസ്സിൽ വേണ്ടാത്തത് തോന്നിപ്പിക്കാൻ ഇടവരുന്നത് വേഷത്തിലാണെങ്കിലും സുഗന്ധത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു പെണ്ണിനത് മംനൂർ, ഹറാം, പാടില്ലാത്തതാണ്. എന്നാൽ അമ്മാമഅൽ മഹാരിമി അവി സൗജി അവി നിസാ ഫലാ മാനിഅ മിനർ റവായിഹ്, തൻ്റെ രക്തബന്ധുക്കള്, തൻ്റെ മാതാപിതാക്കള്, തൻ്റെ ആങ്ങളമാര്, വിവാഹം നിഷിദ്ധമായ ആളുകള്, അവരുടെയൊക്കെ അടുത്ത് അവർക്കിങ്ങനെ ഈ രൂപത്തിലുള്ള സുഗന്ധങ്ങൾ തടസ്സപ്പെട്ടതല്ല. അന്യ പുരുഷന്മാരുടെ സമീപത്തേക്ക് പോകുമ്പോൾ അതാണ് ഇസ്ലാം പറയുന്നത്. എത്ര നല്ല നിയമമാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അലങ്കാരങ്ങൾ കടം വാങ്ങി പുറത്തേക്ക് പോണോ? ഇന്നും മരിച്ച വീട്ടിലേക്ക് പോകണമെങ്കിൽ വരെ അടുത്ത വീട്ടിൽ നിന്ന് ആഭരണം വാങ്ങുന്ന പെണ്ണുങ്ങളുണ്ട്. എന്തിനാ ഇസ്ലാമിന്റെ വേഷം ധരിച്ചു കഴിഞ്ഞാൽ കാതിൽ എന്താ ഉള്ളതെന്ന് ആര് കാണാനാ? കഴുത്തിൽ എന്താ ഉള്ളതെന്ന് ആര് കാണാനാ? പിന്നെ എന്തിനാ അത് വാങ്ങിക്കൂട്ടുന്നു? എത്ര മനോഹരമാണ് ഇസ്ലാമിന്റെ നിയമം, എത്ര ലളിതമാണ് ഇസ്ലാമിന്റെ നിയമം, എത്ര സുന്ദരമാണ് ഇസ്ലാമിന്റെ നിയമം. ഒരു പെണ്ണ് എന്തിനിതൊക്കെ വാരി വരിച്ച് കെട്ടുന്നു? ആരെ കാണിക്കാൻ? അതേ അവസരത്തിൽ നിന്റെ വീട്ടിൻ്റെ അകത്തിന് എല്ലാം അണിഞ്ഞോളൂ, ഭർത്താവിന് വേണ്ടി അലങ്കാരങ്ങൾ അണിഞ്ഞോളൂ, സുഗന്ധം ഉപയോഗിച്ചോളൂ, മുടി വൃത്തിയായി ചീകി കോതി കെട്ടിക്കോളൂ. ഏതെല്ലാം ഇഷ്ടവേഷമാണോ അദ്ദേഹത്തിന് താല്പര്യമെങ്കിൽ അത് അണിഞ്ഞോളൂ. അത് അദ്ദേഹത്തിന്റെ ഇഷ്ടം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളെ ഇഷ്ടമല്ല, ഭർത്താവിന്റെ ഇഷ്ടമെന്ത്, ഭർത്താവിന് താല്പര്യമെന്ത്, അതായിരിക്കണം അകത്ത് വേഷം. എന്നാൽ ഭർത്താവിന്റെ താല്പര്യം അനിസ്ലാമികമായ നിലക്കാണെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ അകത്തിടണമായി തന്നെ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ പാടില്ല. അവിടെ ഭർത്താവിന് അനുസരിക്കേണ്ട ബാധ്യതയില്ല. ഒരു മഖ്ലൂഖിനെയും ഖാലിഖായ റബ്ബിനെ വിട്ടുകൊണ്ട് അനുസരിക്കാൻ ഒരാൾക്കും പാടില്ല. അതുകൊണ്ട് തൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ അവൾക്ക് പുണ്യകർമ്മമാണ്.
അള്ളാഹുവിൻ്റെ അടുക്കൽ അവൾക്ക് പുണ്യകർമ്മമാണ്. ഇതൊക്കെ പണ്ട് കാലത്തുള്ള ആളുകൾ ഉമ്മമാരി വിവാഹം കഴിപ്പിച്ച് മക്കളെ വിവാഹം കഴിപ്പിച്ച് അയക്കുമ്പോൾ വരെ മക്കൾക്ക് വസിയത്ത് കൊടുക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഉമാമ ബിൻതുൽ ഹാരിസി എന്ന് പറയുന്ന മഹദി തന്റെ മോളെ പുതിയാപ്പള്ളിയുടെ അടുത്തേക്ക് ഒരുക്കി പറഞ്ഞയക്കുമ്പോൾ കൊടുത്ത 10ഓളം ഉപദേശങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. 10ഓളം ഉപദേശങ്ങൾ. ആ 10 ഉപദേശങ്ങളും കൂടെ ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. അതിൽ മൂന്നാമതായും 4ാമതായും കൊടുത്ത ഉപദേശം, മോളെ, നീ നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഭർത്താവിന്റെ സാന്നിധ്യത്തിലാണ് നിന്റെ ജീവിതം ഇനി മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് ഫത്തഫഖുദു ലിമൗളിഇ അൻഫിഹി വതഅഹുദു ലിമൗളിഇ ഐനിഹി ഫലാ തഖഉ ഐനുഹു മിൻകി അലാ ശൈഇൻ ഖബീഹ് വലാ യശമ്മു അൻഫുഹു മിൻകി ഇല്ലാ അത്യബ റീഹ്. ഉമ്മ മകൾക്ക് കൊടുക്കുന്ന ഉപദേശം. മോളെ പറഞ്ഞേക്കുമ്പോൾ മോളോട് പറഞ്ഞേക്കാണ്, മോളെ, കുറേ ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്, വലിയ ഉപദേശങ്ങളാണ്. ആ ഉപദേശങ്ങളിൽ 3ാമത്തെ 4ാമത്തെ ഇപ്പം നമ്മൾ ഈ പറയുന്ന വിഷയത്തോട് ബന്ധമുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. ഉമ്മ പറയണ മോളോട്, മോളെ, ഫത്തഫഖുദു ലിമൗളിഇ അൻഫിഹി, നിന്റെ ഭർത്താവിന്റെ മൂക്ക് തട്ടുന്ന സ്ഥലം നീ ശ്രദ്ധിക്കണം. വതഅഹുദു ലിമൗളിഇ ഐനിഹി, അദ്ദേഹത്തിന്റെ ദൃഷ്ടി പതിയുന്നിടം നീ ശ്രദ്ധിക്കണം. കണ്ടോ, ഭർത്താവ് നോക്കുന്ന ഇടം ഭർത്താവിന്റെ കണ്ണിന് ആനന്ദം പകരുന്ന നിലക്ക് നീ അണിഞ്ഞൊരുങ്ങണം. ഫത്തഫഖുദു ലിമൗളിഇ അൻഫിഹി എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ണിനും മൂക്കിനും ആനന്ദം പകരണം എന്ന് പറഞ്ഞത്? ഫലാ തഖഉ ഐനുഹു മിൻകി അലാ ശൈഇൻ ഖബീഹ്, അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ചീത്തയായ ഒരു കാര്യം നിന്നിൽ നിന്ന് കാണാനിടവരരുത്. ആ ഭർത്താവിന് അനിഷ്ടകരമായ ഒരു വേഷത്തിൽ നീ ഉണ്ടാവരുത്. ഫലാ വലാ യശമ്മു അൻഫുഹു മിൻകി ഇല്ലാ അത്യബ റീഹ്, അയാളുടെ മൂക്കിന് പിടിക്കാത്ത ഒരു ദുർഗന്ധം നിന്റെ ബോഡിയിൽ നിന്നോ നിന്റെ വസ്ത്രത്തിൽ നിന്നോ അനുഭവപ്പെടാൻ കാരണമാകരുത്. ഉപദേശം കൊടുക്കുകയാണ്. ഒരു ഉമ്മ മോളെ ഒരുക്കി പറഞ്ഞ് ഭർത്താവിൻ്റെ പുതിയാപ്പളിൻ്റെ വീട്ടിലേക്ക് അയക്കുമ്പോൾ പറഞ്ഞു കൊടുത്തതാണ്. നമ്മൾ ആലോചിക്കണം എത്രത്തോളം അത് മുൻഗാമികൾ ശ്രമിച്ചു എന്ന് നിങ്ങൾ നോക്ക്. ദുഃഖിതയായിരിക്കുന്ന സമയത്ത് പോലും അത് പാലിച്ചിട്ടുണ്ട്. മനസ്സിനൊരു മൂടുമില്ല, ഒരുങ്ങാനൊന്നും ഒരു മൂടുമില്ലാത്ത സമയത്ത് പോലും എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് ഞാൻ മുൻഗണന കൊടുക്കണം എന്ന നിലക്ക് അത് പാലിച്ച ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൈനബ ബിൻത് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ദഖൽതു അലാ സൈനബ ബിൻത് ജഹ്ഷ് സൗജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഉമ്മയായ സൈനബ ബിൻത് ജഹ്ഷ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്, നമ്മുടെ ഉമ്മയാണ്. സൈനബ റളിയല്ലാഹു തആല അൻഹയുടെ അരികിൽ ഞാൻ ഒരു ദിവസം പ്രവേശിച്ചു എന്ന് ഉമ്മു സലമ ബീവിയുടെ മകൾ സൈനബ് പറയാണ്. എന്നിട്ടോ ഹീന തവഫിയ അഖൂഹാ, സൈനബ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ സൈനബ ബീവിയുടെ സഹോദരൻ മരണപ്പെട്ട ദിവസം, സഹോദരൻ മരണപ്പെട്ട സന്ദർഭത്തിലാണ്, സഹോദരൻ മരണപ്പെട്ട ആ ഇടയിലായിക്കൊണ്ട് ഞാൻ അവരുടെ സരികിലേക്ക് പ്രവേശിച്ചപ്പോൾ ഫദഅതു ബിതീബിൻ, സുഗന്ധം കൊണ്ടുവരാൻ അവരതാ ആവശ്യപ്പെടുകയാണ്. ഫമസ്സത്ത്, എന്നിട്ട് അവൾ സുഗന്ധം പൂശുന്നു. സുമ്മ ഖാലത്ത്, എന്നിട്ട് നമ്മുടെ ഉമ്മ സൈനബ റളിയല്ലാഹു തആല അൻഹ വന്ന മറ്റേ സൈനബ ബീവിയോട് പറയാണ്, മാലി ബിത്തീബി മിൻ ഹാജ, എനിക്ക് ഇന്നത്തെ ദിവസം ഒരു തീബിനോടും ഒരാവശ്യമുണ്ടായിട്ടല്ല, പക്ഷേ ഗൈറ അന്നീ സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ മിമ്പരി, അള്ളാന്റെ റസൂൽ മിമ്പറിൽ വെച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ലാ യഹില്ലു ലിംറഅത്തിൻ തുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി, അല്ലാഹുവിലും അന്ത്യനാളിലുമൊക്കെ വിശ്വാസമുള്ള ഒരു പെണ്ണിനും അനുവദനീയമല്ല അൻ തുഹിദ്ദ ഫൗഖ സലാസി ലയാൽ, 3 ദിവസത്തിലപ്പുറം ദുഃഖമാചരിച്ചിരിക്കാൻ പാടില്ല. ഇല്ലാ അലാ സൗജിൻ, ഭർത്താവ് മരിച്ചാലല്ലാതെ 4 അശ്ഹുരിൻ വഅശ്റാ, ഭർത്താവ് മരിച്ചാൽ മാത്രമേ ഒരു പെണ്ണിന് 4 മാസവും 10 ദിവസവും ഇദ്ദയാചരിക്കാനും ദുഃഖമാചരിക്കാനും അനുവാദമുള്ളൂ. അതല്ലാത്ത സ്വന്തം കൂടപ്പിറപ്പുകളാണെങ്കിലും ആര് മരിച്ചാലും ഒരു പെണ്ണിനും 3 ദിവസത്തിലപ്പുറം ദുഃഖമാചരിക്കാൻ പാടില്ല എന്ന് അള്ളാന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഭർത്താവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ഞാൻ ഈ ദുഃഖം അനുഭവിക്കുന്ന ദിവസങ്ങളിലാണെങ്കിൽ പോലും ഞാനിതാ സുഗന്ധം ഉപയോഗിക്കുന്നു.
സുഗന്ധം ഉപയോഗിക്കും. 3 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ, 2-3 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്കന്നെ അവർ ആ സുഗന്ധം ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടി? ഭർത്താവിന് വേണ്ടി. ഭർത്താവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഭർത്താവിന് വേണ്ടി അലങ്കാരം, ഇസ്ലാം നിഷിദ്ധമായ ഒരു അലങ്കാരങ്ങളും ഭർത്താവിന് വേണ്ടി സ്വീകരിക്കാനും പാടില്ല. ഇപ്പൊ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് ഒരു പെണ്ണിനോട് പുരികം വടിക്കാൻ പാടില്ല. അത് ഭർത്താവിന് വേണ്ടി പറഞ്ഞാലും പാടില്ല. പുരികം വടിക്കാൻ പാടില്ല, പുരികം പ്ലക്ക് ചെയ്യുക. പുരികം വടിച്ച് സ്ത്രീകളാണ് പുരികൊക്കെ വടിച്ചിട്ട് അത് പിന്നെ പ്രത്യേകം കളർ കൊടുത്ത് അതിങ്ങനെ ഒരു ലൈനിടും, അതും വില്ല് പോലെ വളച്ചിടും, റാ മോഡലിടും, പല മോഡലിടും, വടി പോലെ ഇടും, പല മോഡലിടും. അത് ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ്. ശാപമാണ് പറഞ്ഞത്, ശാപം. അങ്ങനെ പുരികം പ്ലക്ക് ചെയ്യുന്ന, പുരികം വടിച്ചു നീക്കുന്ന, പുരികത്തെ ആ രൂപത്തിൽ കൃത്യമായ നിരക്ക് ഇസ്ലാം വിരോധിച്ച ആ പ്രവർത്തനം ചെയ്യുന്നവർക്ക് ശാപമാണ്. അത് ചെയ്തു കൊടുക്കുന്നവൾക്കും ശാപമുണ്ട്. ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരു പെണ്ണ് അത് ചെയ്തു കൊടുക്കുന്നുവെങ്കിൽ അവളും ശപിക്കപ്പെട്ടവളാണ്. ഇസ്ലാം വളരെ ഗൗരവത്തോടെയാണ് പറഞ്ഞത്. അതുപോലെ പച്ച കുത്താൻ പാടില്ല. നമ്മളെ കേരളത്തിലൊന്നും പ്രചാരമില്ലെങ്കിലും പല രാജ്യക്കാരും പച്ച കുത്തും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും. പാടില്ല. ഭർത്താവ് ആവശ്യപ്പെട്ടാലും അനുസരിക്കാൻ പാടില്ല. അതും ശാപത്തിന് ഹേതുവായ പണിയാണ്. അത് ചെയ്തു കൊടുക്കുന്ന പെണ്ണിനെയും ശാപം പിടികൂടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പാടില്ല. മുടി കൂട്ടിച്ചേർക്കൽ നിഷിദ്ധമാണ്. ഇസ്ലാം അതും ശാപത്തിന്റെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭർത്താവിന് വേണ്ടിയായിരുന്നാൽ പോലും കുറ്റിമുടിയായ ഒരു പെണ്ണ് ഒരുപാട് മുടി തോന്നിക്കാൻ വേണ്ടി കൃത്രിമ മുടി ഇങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് കുറെ മുടി ഏച്ചു കൂട്ടി വെക്കുക പാടില്ല. ശാപഹേതുവായ കാര്യമാണ്. അത്തരം കാര്യങ്ങൾ ഭർത്താവ് പറഞ്ഞാലും വീട്ടിൻ്റെ അകത്ത് വെച്ച് ഭർത്താവിന് വേണ്ടിയാണെങ്കിൽ പോലും ഉപയോഗിക്കാൻ പാടില്ല. അനുവദിക്കപ്പെട്ടതേ പാടുള്ളൂ. അള്ളാഹു അനുവദിച്ചതെന്തുമാവാം, നിരോധിക്കപ്പെട്ടത് പാടില്ല. പലപ്പോഴും സ്ത്രീകൾ മൈലാഞ്ചി ഇടുന്ന സ്ത്രീകളുണ്ട്. മൈലാഞ്ചി ഇടാം, തരക്കേടില്ല. പക്ഷേ ചില മൈലാഞ്ചികൾ പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ സ്ത്രീകൾ പണ്ട് കാലത്ത് മൈലാഞ്ചി ചെടിയിൽ പോയിട്ട് ഊരിയിട്ട് ഇങ്ങനെ നീട്ടി അരച്ചിട്ട് അത് കൈക്കലിൽ പൊത്തലായിരുന്നു. ഇപ്പൊ കാലം മാറിയില്ലേ? ഇന്നതല്ല, എന്നൊക്കെ ട്യൂബുകളാണ്. ആ ട്യൂബുകളിൽ പലതും ഉണ്ടാകും, അപകടകാരികളുണ്ട്, പലതുമുണ്ട്. എന്നാൽ പലപ്പോഴും പല മൈലാഞ്ചികളും വിട്ടുകഴിഞ്ഞാൽ ദിവസങ്ങൾ കഴിഞ്ഞാൽ അതിങ്ങനെ അടർന്നു പോകുന്നതായി കാണുന്നുവെങ്കിൽ ആ മൈലാഞ്ചി ഇട്ടാൽ നിങ്ങളുടെ വുളൂ ശരിയാവുകയില്ല. കാരണം അത് അടർന്നു പോകുന്നുണ്ട്. അടർന്നു പോകാത്ത ശരീരത്തിൽ നിൽക്കുന്ന മൈലാഞ്ചിയാണെങ്കിൽ അത് വെള്ളം ചേരുന്നതിന് തടസ്സമല്ല. അതേ അവസരത്തിൽ അടർന്നു പോരുന്നുണ്ട് 2-3 ദിവസങ്ങൾ കഴിയുമ്പോൾ, എങ്കിൽ ആ മൈലാഞ്ചി ശരിയായ നിലക്കുള്ള മൈലാഞ്ചിയല്ല. അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ വുളൂഇന്റെ അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിനെ തടസ്സപ്പെടുത്തുന്ന വസ്തുവായതിനാൽ അത്തരം മൈലാഞ്ചികൾ ഉപയോഗിക്കരുത്. ഇതൊക്കെ ഉപയോഗിക്കേണ്ടതാർക്ക് വേണ്ടിയാ? ഭർത്താവിന് വേണ്ടിയാണ്. നോക്കൂ, നിങ്ങൾ ചരിത്രത്തിൽ ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഞെട്ടലോടുകൂടെയല്ലാതെ കേൾക്കാൻ കഴിയാത്ത സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രത്തിൽ കാണാം. ഉമ്മു സുലൈം ബീവി, അവരുടെ ഭർത്താവായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, അവർക്ക് കുഞ്ഞുണ്ടായി, ഒരു കുട്ടിയുണ്ടായിരുന്നു. ആ കുഞ്ഞിനതാ ഭർത്താവ് പോകുന്ന ദിവസത്തിൽ രോഗിയാണ്. ഭർത്താവ് ജോലിക്ക് വേണ്ടി പോയതാണ്, പുറത്തു പോയതാണ്. അങ്ങനെ ഭർത്താവ് ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്ക് അവർക്കുണ്ടായ കുഞ്ഞു മരണപ്പെട്ടു പോയി. കുഞ്ഞു മരിച്ചിരിക്കുകയാണ്. ആ മരണത്തിന്റെ സന്ദർഭത്തിൽ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു സ്ഥലത്തില്ല. ആ അവസരത്തിൽ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ വീട്ടിലുള്ള മറ്റു കുടുംബാംഗങ്ങളോടൊക്കെ പറയാണ്, ലാ തുഹദ്ദിസു അബാ തൽഹ, അബൂ തൽഹ വന്നാൽ അബൂ തൽഹക്ക് നിങ്ങൾ വിവരം കൊടുക്കല്ലേ, ബീബിനിഹി, മോന്റെ വിവരം കൊടുക്കല്ലേ, ഹത്താ കൂനാന ഉഹദ്ദിസുഹു, ഞാൻ വിവരം കൊടുക്കുന്നത് വരെ നിങ്ങളാരും മിണ്ടരുത്. കുട്ടി മരിച്ചു കിടക്കട്ടോ, വീട്ടിൻ്റെ അകത്ത് കുഞ്ഞ് മരിച്ചു കിടക്കുകയാണ്. മരിച്ചപ്പോൾ ഉമ്മ പറയാണ് കുടുംബത്തിലുള്ള മറ്റാൾക്കാരോട്, ഭർത്താവായ അബൂ തൽഹ ജോലിക്ക് പോയിക്കുകയാണ്, അദ്ദേഹം തിരിച്ചു വരുമ്പോൾ നിങ്ങളിത് വേഗം പറയരുത്, എൻ്റെ ഭർത്താവ് വിഷമിക്കും. പെട്ടെന്ന് കയറി വരുമ്പോൾ പ്രയാസകരമായ ന്യൂസും കൊണ്ട് കാത്തു നിൽക്കുന്ന സഹോദരിമാരെ, മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പറയാണ്, മറ്റുള്ളവരോട്, കുടുംബക്കാരോട് പറയാണ്, കുഞ്ഞിന്റെ വിവരം ഭർത്താവായ അബൂ തൽഹയോട് ഞാൻ പറയുന്നത് വരെ നിങ്ങളാരും മിണ്ടല്ല എന്ന് പറഞ്ഞു അവരെ കൊണ്ട് വാക്ക് പറയിപ്പിച്ച്, പിന്നീടതാ ഭർത്താവായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു രാത്രിയിൽ കയറി വരുന്നു.
ഫഖറബത് ഇലൈഹി അശാ, ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം മുന്നിലേക്ക് വെച്ചു കൊടുത്തു. മുസ്ലിം റളിയല്ലാഹു തആല അന്ന ചെയ്യുന്ന പണിയാണ്. ഇഷ്ടപ്പെട്ട ഭക്ഷണം വെച്ചു കൊടുത്തു. ഫഅക്കല വശരിബ, ഹദീസിൽ കാണാം ഫഅക്കല വശരിബ, അദ്ദേഹം പതിവ് പോലെ ഭക്ഷണം കഴിച്ചു, വെള്ളമൊക്കെ കുടിച്ചു. പിന്നീട് മഹദി പറയുന്ന വാചകമാണ് ഞാൻ എൻ്റെ സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുന്നത്. സുമ്മ തസന്നഅതു ലഹു അഹ്സന മാ കാന തസന്നഉ ഖബ്ല ദാലിക്. സുമ്മ തസന്നഅതു ലഹു, പിന്നീട് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ അണിഞ്ഞൊരുങ്ങി. അഹ്സന മാ കാന തസന്നഉ ഖബ്ല ദാലിക, മുമ്പൊക്കെ തൻ്റെ ഭർത്താവിനെ സ്വീകരിക്കുമ്പോൾ എപ്രകാരമാണോ അണിഞ്ഞൊരുങ്ങൽ, ഏതൊക്കെ സുഗന്ധമാണോ, ഏതൊക്കെ ഇഷ്ടവേഷമാണോ സ്വീകരിക്കൽ, അതേപോലെ ഏറ്റവും മെച്ചപ്പെട്ട അലങ്കാരങ്ങളും വസ്ത്രങ്ങളുമൊക്കെയായി ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങി. ഭക്ഷണം കഴിച്ച് എൻ്റെ ഭർത്താവും ഞാനുമായിട്ട് ശാരീരികമായി ബന്ധം വരെ അന്ന് നടക്കുകയാണ്. ഫലമ്മാ റഅത് അന്നഹു ഖദ് ശബിഅ, അങ്ങനെ അദ്ദേഹത്തിന് വയറ് നിറഞ്ഞു, വിശപ്പ് മാറി. വാസാബ മിൻഹാ, താനുമായുള്ള ശാരീരിക ബന്ധത്തിലും തൃപ്തി നേടി എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ, ആ മഹദിക്ക് മനസ്സിലായപ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളൊക്കെ നടന്നു എന്ന് മനസ്സിലായ മഹദി പറയുകയാണ്. ആ സമയത്ത് എല്ലാം കഴിഞ്ഞ് അതിൻ്റെ ശേഷം പറഞ്ഞു കൊടുക്കുകയാണ്, ഭർത്താവിനോട് വിളിക്കുകയാണ്. യാ അബാ തൽഹ, ഓ അബൂ തൽഹത്തെ, അറഅയ്ത ലൗ അന്ന ഖൗമൻ ആറു ആരിയഹും അഹ്ല ബൈത്തിൻ ഫതലബു ആരിയതഹും അലഹും മൻ യംനഉഹും. എന്താണ് ചോദിക്കുന്നത്? തന്ത്രപരമായി ഭാര്യ ഭർത്താവിനോട് വിവരം പറയാണ്. കുട്ടി മരിച്ചിട്ടുണ്ട്, നമ്മളെ കുട്ടി മരിച്ചുപോയി എന്ന് നേരിട്ട് പറയുന്നില്ല, മറിച്ച് ചോദിക്കുക. ഒരു ചോദ്യം ആദ്യം ആമുഖമായിട്ട് ചോദിക്കുകയാണ്. എന്താണ് പ്രിയപ്പെട്ട ഭർത്താവേ നിങ്ങളുടെ അഭിപ്രായം? ലൗ അന്ന ഖൗമൻ, ഏതെങ്കിലും ഒരു ജനത, ആറു ആരിയതഹും, അവരൊരു സൂക്ഷിപ്പ് സാധനം ഒരു വീട്ടുകാരിൽ ഏൽപ്പിച്ചിട്ട് അവർ തിരിച്ചു വന്നപ്പോൾ അവരേൽപ്പിച്ച സാധനം തിരിച്ചു ചോദിച്ചാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കൊടുക്കേണ്ടതുണ്ടോ അതോ പിടിച്ചു വെക്കാൻ അനുവാദമുണ്ടോ? ഭർത്താവിനോടുള്ള ചോദ്യം. ഒരു കൂട്ടം ആൾക്കാർ അവരുടെ ഒരു മൂല്യവത്തായ ഒരു സാധനം ഒരു വീട്ടുകാരെ ഏൽപ്പിച്ച് യാത്ര പോയാൽ തിരികെ വരുമ്പോൾ ആ സൂക്ഷിപ്പ് സ്വത്ത് തിരിച്ചു ചോദിച്ചാൽ നമുക്കെന്തെങ്കിലും പറയാൻ പറ്റുമോ? തടയാൻ പാടുണ്ടോ? വേഗം കൊടുക്കണ്ടേ? ഉടനെ തന്നെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ലാ, തടയാൻ വകുപ്പില്ല, ഉടനെ കൊടുക്കണമല്ലോ, അതെന്തത്ര ചോദിക്കാനുള്ളത്? ആ സമയം മുതലെടുത്ത് കണ്ട ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ഉടനെ പറയുകയാണ്, എങ്കിൽ ഫഹ്തസിബ് ഇബ്നക, അങ്ങയുടെ പ്രിയപ്പെട്ട മോനെ റബ്ബ് തിരിച്ചു കൊണ്ടുപോയി. നമ്മളെ നോക്കാൻ ഏൽപ്പിച്ച സൂക്ഷിപ്പ് സ്വത്തായിരുന്നു, അത് റബ്ബങ്ങ് മടക്കി വിളിച്ചു, അത് തിരിച്ചു കൊണ്ടുപോയിരിക്കുന്നു. അല്ലാഹുവിൻ്റെ പ്രതിഫലം മോഹിക്കണേ, ക്ഷമകേട് കാണിക്കാതെ റബ്ബ് തിരിച്ചു വാങ്ങിയ സാധനത്തിൽ തൃപ്തിപ്പെടണേ, പരലോകത്ത് പ്രതിഫലം ഉദ്ദേശിക്കണേ എന്ന് ഭാര്യതാ ഭർത്താവിനോട് പറഞ്ഞു തീർക്കുന്നു. എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും ഫഗളിബ, അബൂ തൽഹ റളിയല്ലാഹു തആല ദേഷ്യം പിടിച്ചിട്ട് ചോദിക്കുകയാണ്, തറക്തിനി ഹത്താ തലത്തഖ്തു സുമ്മ അഖ്ബർതിനി ബിഇബ്നി. അതേ, എനിക്ക് നീ ഭക്ഷണം തന്നു, വെള്ളം കുടിപ്പിച്ചു, അതുപോലെ തന്നെ ഞാനിതാ വലിയ ശുദ്ധിയിലും ആയില്ലേ, അതൊക്കെ തീരുവോളം നീ എന്നോട് മിണ്ടാതെ നീ അതൊക്കെ എന്നിൽ നിന്ന് മറച്ചു വെച്ചില്ലേ, അതുകൊണ്ട് നിന്റെ കാര്യത്തിൽ ഇനി ഞാൻ എന്ത് തീരുമാനമെടുക്കണമെന്ന് അള്ളാന്റെ റസൂലിൻ്റെ അടുക്കലേക്ക് പോകാതെ എനിക്ക് നിവൃത്തിയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തേക്ക് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയെയും കൂട്ടിയിട്ട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഓടിപ്പോവുകയാണ്. അള്ളാന്റെ റസൂൽ അവരെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ബാറക്കല്ലാഹു ലകുമാ ഫീ ഗാബിരി ലൈലതികുമാ. നിങ്ങൾക്ക് രണ്ടാൾക്കും ഇന്നലെ കഴിഞ്ഞു പോയ രാത്രി എത്ര മനോഹരമായ രാത്രിയാണ്. അല്ലാഹ് നിങ്ങൾക്ക് രണ്ടാൾക്കും കഴിഞ്ഞുപോയ രാത്രിയിൽ ബറക്കത്ത് ചൊരിയട്ടെ, ധാരാളം ബറക്കത്ത് റബ്ബ് നിങ്ങൾക്ക് നൽകട്ടെ. അള്ളാന്റെ റസൂൽ ഒരാൾക്ക് വേണ്ടിയാണ് ദുആ ചെയ്താൽ പിന്നെ രക്ഷപ്പെട്ടില്ലേ സഹോദരന്മാരെ?
നിങ്ങൾക്ക് അള്ളാഹു തആല ബർക്കത്ത്, നിങ്ങളുടെ ഇന്നലത്തെ രാത്രി വമ്പിച്ച വിജയമാണ്. അള്ളാഹു ബർക്കത്ത് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ചുരുക്കി പറയട്ടെ, ഫഹമലത്ത്, ആ രാത്രിയിലെ ബന്ധത്താൽ ഉമ്മു സുലൈം ബീബി റളിയല്ലാഹു അൻഹ ഗർഭിണിയാവുകയാണ്. അങ്ങനെ അവരുടെ ഗർഭം കുറെ കാലം കഴിഞ്ഞു. ആ സമയത്തും ഗർഭിണിയായിരിക്കുന്ന ഉമ്മു സുലൈമും അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെയുള്ള ഒരു സദസ്സിലേക്കും പോകാതിരുന്നിട്ടില്ല. ഇന്നത്തെ ചില പെണ്ണുങ്ങളുണ്ട്, ഗർഭമങ്ങ് ആയി എന്ന് കണ്ടാ പിന്നെ അവര് പിന്നെ ഒരു വേദികളിലേക്കുമില്ല. ആരോഗ്യമുണ്ടെങ്കിൽ പോലും ഗർഭമെന്നത് ഒരു രോഗമായിട്ടാ പലരും മനസ്സിലാക്കിയത്. പ്രസവം ഇന്ന് പേറല്ല കീറാണെന്നല്ലേ പറയാറുള്ളത്. അത്രത്തോളം മനുഷ്യനൊരു പേടിയായ ഒരു കാലഘട്ടമാണ്. അതേ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ ഗർഭിണിയായ കാലത്തും അവര് ആ വയറും വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നല്ല നല്ല സദസ്സുകളിലൊക്കെ ഭർത്താവിന്റെ കൂടെയുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് സഹാബിമാരെയും കൊണ്ട് ഒരു യുദ്ധത്തിന്റെ യാത്രയിലേക്ക് പോകുമ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ തന്നെ യാത്രയിലുണ്ട്. ഗർഭിണിയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ മദീനയോടടുത്തെത്തിയപ്പോൾ അള്ളാഹിന്റെ റസൂലിനൊരു പതിവുണ്ട്, മദീനത്തേക്ക് പ്രവേശിക്കുന്നതിൻ്റെ അടുത്തെത്തുമ്പോൾ പെട്ടെന്നാണ് മദീനത്തേക്ക് കയറൂല. കുറച്ചതിൻ്റെ അപ്പുറത്തൊന്ന് നിന്നിട്ട് എല്ലാവരോടും എന്ത് ചെയ്യാൻ പറയും, ഒന്ന് വെയിറ്റ് ചെയ്ത് അതുപോലെ തന്നെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ കൊടുക്കേണ്ട ഉപദേശങ്ങളൊക്കെ പറയും. വാതിൽ മുട്ടാതെ വീട്ടിലേക്ക് കയറരുത്, വിവരങ്ങളൊന്നും പറയാതെ പെട്ടെന്ന് കയറി ചെല്ലരുത് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം കൊടുക്കാറുണ്ട്. അതിലൊക്കെ ഒരുപാട് യുക്തികളുണ്ട്. തൻ്റെ ഭാര്യയുടെ സമീപത്തേക്ക് ഒരു ഭർത്താവ് പോകുമ്പോൾ അറിയിപ്പൊന്നും കൂടാതെ കയറി ചെല്ലരുത് എന്നാണ്. അറിയിപ്പൊന്നും കൂടാതെ കയറി ചെല്ലരുത്. അള്ളാന്റെ റസൂൽ അത് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മുന്നറിയിപ്പില്ലാതെ പോകരുത്. അന്ന് മുന്നറിയിപ്പ് എന്നാണ് വാതിൽ മുട്ടലേ നിവൃത്തിണ്ടായിരുന്നുള്ളൂ. ഇന്നതല്ല, ഇന്ന് ഫോൺ ചെയ്യാതെ ഞാൻ വരാണ്ട്, ഞാൻ പുറപ്പെട്ടത് എത്താനായി എന്നൊക്കെ പറയുന്നത് എന്തിനാ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും പറഞ്ഞു, നീ ഇഷ്ടപ്പെടാത്ത ഒരു രൂപത്തിലാണ് അവളെങ്കിൽ അവൾക്കൊന്ന് ഒരുങ്ങാനുള്ള ടൈം കൊടുക്കണേ. മുടി ചീകി വെച്ചിട്ട് വൃത്തിയില്ലാത്ത ജടകുത്തിയ മുടിയായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവൾക്കതൊക്കെ ഒന്ന് കോതിയിട്ട് വൃത്തിയായി ഒന്ന് ചീകി വെക്കാനും, അതുപോലെ തന്നെ നിനക്ക് വേണ്ടി ഒന്ന് ഡ്രസ്സ് ധരിക്കാനും, നിനക്കിഷ്ടപ്പെടുന്ന രൂപത്തിലൊന്ന് വൃത്തിയാവാനും അവൾക്ക് അവസരം കൊടുക്കാതെ കണ്ട് പെട്ടെന്ന് അങ്ങ് കയറി ചെല്ലരുത് ഭർത്താക്കന്മാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. ആലോചിച്ച് നോക്കണം, ഇസ്ലാമിൻ്റെ ഓരോ നിയമങ്ങളിലും 1000 യുക്തികൾ ഉണ്ടാവും. ഇസ്ലാം എന്തൊരു നിയമം പഠിപ്പിച്ചോ അതിലൊക്കെ 1000 യുക്തി ഉണ്ടാവും. ഒരുപാട് നന്മകൾ ഉണ്ടാകും. ഇതൊക്കെ എവിടെ ലംഘിക്കപ്പെടുന്നോ അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, അവിടെയൊക്കെ അപസ്വരങ്ങളുണ്ട്, അവിടെയൊക്കെ മറ്റുള്ള വിവാഹം ഞാൻ കഴിക്കേണ്ടി വരുമെന്ന ചർച്ച വരേണ്ടി വരാറുണ്ട്. പലപ്പോഴും സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങാതെ അവർ ഈ കാര്യത്തെക്കുറിച്ച് തീരെ ചിന്തിക്കാതെയാകുമ്പോൾ പലപ്പോഴും ഭർത്താക്കന്മാർ വേറെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വരാറുണ്ട്. വേറെ വിവാഹം കഴിച്ചവരുണ്ട്, കഴിക്കാൻ വേണ്ടി അതിനുവേണ്ടി ഒരുങ്ങുന്നവരുണ്ട്. ആ രൂപത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ മനുഷ്യന്റെ ചിന്തകളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? അത് ഈ ഭാര്യയുടെ മനസ്സിൽ ആ ഒരു അനുസരണ ബോധമില്ലാത്തത് കൊണ്ടാണ്. അത് തൻ്റെ ഭർത്താവിന് വേണ്ടിയുള്ള ആ അനുസരണം അത് അള്ളാഹുവിങ്കൽ പ്രതിഫലാർഹമാണ്. ചുരുക്കി പറയട്ടെ, അങ്ങനെ സംഭവം ഇനിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉപദേശം കൊടുക്കാറുണ്ടല്ലോ. ആ യാത്ര മദീനയിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പേ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാക്ക് പ്രസവവേദന തുടങ്ങി. പ്രസവവേദന തുടങ്ങിയപ്പോൾ അബൂ തൽഹനോട് അള്ളാന്റെ റസൂല് പറഞ്ഞു, ഞങ്ങൾ മദീനത്തേക്ക് പോകട്ടെ, നീ ഇവിടെ ഭാര്യയെ നോക്കിയിട്ട് ഇവിടെ നിന്നോ, ഇവിടെ ഒരു ഭാഗത്ത് സൗകര്യപ്പെടുത്തുന്നു. ആ സമയത്ത് അള്ളാന്റെ റസൂൽ അങ്ങ് പോയപ്പോഴേക്ക് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് സങ്കടമായി. അള്ളാന്റെ റസൂലിന്റെ കൂടെ പുറപ്പെട്ട എനിക്ക് തിരിച്ചു പോകുമ്പോഴും ഞാൻ കൂടെ ഉണ്ടാകണം എന്ന് ആ ഒരു ആഗ്രഹമാണ് അബൂ തൽഹയുടെ മനസ്സിലുള്ളത്. റസൂലുള്ളാഹിയുടെ കൂടെ മദീനത്തുനിന്ന് പുറപ്പെട്ട എനിക്ക് തിരിച്ച് മദീനത്തേക്ക് പോകുമ്പോഴും അള്ളാന്റെ റസൂലിന്റെ കൂടെ മദീനത്തേക്ക് കയറണം. അതാണ് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സാണ്. ഇത് മനസ്സിലാക്കുകയാണ് പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ഭർത്താവിനോട് ആശ്വസിപ്പിക്കുകയാണ്. ഓ അബൂ തൽഹ, എനിക്കത്ര പ്രയാസമൊന്നും തോന്നുന്നില്ല, അങ്ങയുടെ മനസ്സെനിക്ക് മനസ്സിലാകുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ കൂടെ തന്നെ മദീനയിലേക്ക് പോകണമെന്നല്ലേ, വിഷമിക്കണ്ട, പൊയ്ക്കോളൂ, എനിക്ക് പ്രശ്നമല്ല. അങ്ങനെ അതാ ഭർത്താവിന്റെ ഇഷ്ടം കണ്ടറിഞ്ഞുകൊണ്ട് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ നിറവയറുമായി പിന്നെയും യാത്രയാവുകയാണ്. അങ്ങനെ മദീനത്തവരെത്തി. മദീനത്തെത്തിയപ്പോൾ വീണ്ടും പ്രസവവേദന വരികയാണ്. ഫവലദത് ഗുലാമാ, ഒരാൺകുട്ടിയെ പ്രസവിക്കുന്നു. ഉമ്മു സുലൈം ബീവി
ആൺകുട്ടിയെ പ്രസവിക്കാൻ. അങ്ങനെ ഈ സംഭവം പറയുന്ന അനസ് റളിയല്ലാഹു തആല അൻഹു, അനസ് റളിയല്ലാഹു അൻഹു മുസ്ലിമിൻ്റെ വേറൊരു മോനാണ് അനസ് റളിയല്ലാഹു അൻഹു. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഖിദ്മത്ത് ചെയ്ത ഏറ്റവും പ്രസിദ്ധനായ സ്വഹാബിയാണ് അനസ് റളിയല്ലാഹു അൻഹു. ആ അനസ് റളിയല്ലാഹു അൻഹുവിന് ഒരു കുഞ്ഞു ബ്രദർ ഉണ്ടായിരിക്കുകയാണ്. പ്രസവം നടന്നപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ അനസേ, ഈ കുട്ടിക്ക് ആരും മുല കൊടുക്കാൻ പാടില്ല, അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ എത്തുന്നത് വരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടക്കം കുറിക്കട്ടെ, കുട്ടിക്കുള്ള ഭക്ഷണം ആദ്യം അള്ളാന്റെ റസൂൽ കൊടുത്തിട്ട് മുല കൊടുക്കുന്നുള്ളൂ. ഫലമ്മാ അസ്ബഹ, നേരം പുലർന്നപ്പോ കുഞ്ഞു ബ്രദറിനെയും കയ്യിലെടുത്തുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടുമുട്ടിയപ്പോൾ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സന്തോഷം കൊണ്ട് പറഞ്ഞു, ലഅല്ല ഉമ്മു സുലൈം വലദത്ത്, ഉമ്മു സുലൈം പ്രസവിച്ചുവല്ലേ. അതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് ഞാൻ കുട്ടിയെ അങ്ങ് നീട്ടിക്കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ മടിയിൽ, ആ ശറഫാക്കപ്പെട്ട മടിയിൽ കുഞ്ഞിനെ കിടത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലുള്ള ഒരു അജ്വാക്കാർക്ക് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ട് ഫലാക്കഹാ ഫീ, അവിടുത്തെ വായിലിട്ട് ചവച്ച് നല്ലോണം ഒരു മാർദ്ദവ പരുവത്തിലാക്കിയിട്ട് സുമ്മ ഖദഫഹാ ഫീ സബി, ആ കുഞ്ഞുകുട്ടിയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല പരുവത്തിലാക്കിയിട്ട് കുഞ്ഞിൻ്റെ കുഞ്ഞു നാവിൽ വെച്ചു കൊടുത്തപ്പോൾ ഹദീസിൽ കാണാം, ഫജഅല സബിയു യതലമ്മലുഹാ, കുഞ്ഞിങ്ങനെ നുണയാൻ തുടങ്ങി. കുഞ്ഞതിങ്ങനെ നുണയുന്നത് കണ്ടപ്പോൾ അള്ളാഹിൻ്റെ റസൂല് പറയാണ്, സഹാബിമാരോട് പറയുക, ഉൻളുറു, നോക്കടാ, ഇലാ ഹുബ്ബിൽ അൻസാരിയ തംർ, അൻസാരികൾക്ക് കാരക്കയോടുള്ളൊരു ഇഷ്ടം കണ്ടോ? ഈത്തപ്പഴത്തോടുള്ള ഇഷ്ടം കണ്ടോ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷം പ്രകടിപ്പിച്ചു. മാത്രമല്ല, ഫമസഹ വജ്ഹഹു, ആ കുരുന്നിൻ്റെ മുഖം തടവി, വസമ്മാഹു അബ്ദുല്ലാന്ന് പേരും വിളിച്ചു. സഹോദരന്മാരെ, ഇവിടെ ആലോചിച്ചു നോക്ക്, ഇവിടെയുള്ള കുറെ മസലകളുണ്ട്, അവിടേക്ക് ഞാൻ ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രസവാനന്തരമുള്ള ഇസ്ലാമിൻ്റെ നിയമങ്ങൾ, നവജാത ശിശുവിനോട് പാലിക്കേണ്ടുന്ന നിയമങ്ങളൊക്കെ പറയുന്നിടത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാനുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പര്യവസാനമാണ് ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ആ കുഞ്ഞില്ല, ഈ കുട്ടിയില്ലേ ബറക്കത്തിന് വേണ്ടി അള്ളാഹിന്റെ റസൂൽ പ്രാർത്ഥിച്ച ഈ കുട്ടി, അതേ പിന്നീട് ഈ കുട്ടിയിൽ നിന്ന് ലോകം അറിയപ്പെടുന്ന പ്രസിദ്ധരായ 10 മഹാപണ്ഡിതന്മാര് ജന്മം കൊണ്ടു. ഈ കുട്ടിയിൽ നിന്ന് പിന്നീട് ഏറ്റവും പ്രശസ്തരായ 10ഓളം പണ്ഡിതന്മാർ ഈ കുട്ടിക്കുണ്ടായി. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ദുആയുടെ ആ ഒരു ബറക്കത്ത് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ സഹോദരന്മാരെ, ഇസ്ലാമികമായ ഓരോ നിയമങ്ങളും, ഈ ഉമ്മു സുലൈമ റളിയല്ലാഹു തആല അൻഹയുടെ ആ ത്യാഗ മനസ്ഥിതി നോക്കി നിങ്ങൾ ആർക്കായതിന് സാധിക്കും? അതൊക്കെ അങ്ങനെ വായിച്ച് പറയാൻ എത്ര എളുപ്പമുണ്ടായി? നമുക്ക് കഴിയോ? വീട്ടിൽ കുഞ്ഞ് മരിച്ചു കിടക്കുകയാണ്, അവിടെ അലമുറയിട്ട് കരയാ എന്നുള്ളതല്ലാതെ തൻ്റെ ഭർത്താവിൻ്റെ മനസ്സ് വിഷമിച്ചു പോകരുതെന്ന് മനസ്സിലാക്കിയിട്ട് ക്ഷീണിച്ച് കയറി വരുന്ന ഭർത്താവിൻ്റെ മുമ്പിൽ വിഷയം പോലും പറയാതെ ഭക്ഷണം കൊടുക്കുന്നു, സഹശയനം പോലും നടത്തുന്നു. കുഞ്ഞ് മരിച്ചു കിടക്കുകയാണ്, ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയിൽ പോലും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കണ്ണിന് ആനന്ദം പകരുന്ന നിലക്ക് ഇഷ്ടപ്പെട്ട വേഷം ധരിക്കുന്നു, അലങ്കാരങ്ങൾ അണിയുന്നു. അതുകൊണ്ടല്ലേ ആ മഹദിയെ സംബന്ധിച്ചിടത്തോളം ആനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറഞ്ഞിട്ടുണ്ട്, ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ കടന്നു നോക്കുമ്പോൾ ഫസമിഅ്തു ഖശ്ഫതൻ, ഒരാളിങ്ങനെ നടന്നു പോണ ശബ്ദം ഞാൻ കേൾക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പല ഘട്ടങ്ങളിൽ സ്വർഗവും നരകമൊക്കെ കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സ്വർഗത്തിൽ പ്രവേശിച്ചതായിട്ട് ഇവിടുന്ന് കാണുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ അനുഭവം പറയാണ്, ഫസമിഅ്തു ഖശ്ഫതൻ, ആരോ നടക്കുന്നത് പോലെയുള്ള ഒരു കാലടി ശബ്ദം ഞാൻ സ്വർഗത്തിൽ കേട്ടു. ഫഖുൽതു, ഞാൻ ചോദിച്ചു, മൻ ഹാദാ, ആരുടേതാണ് ആ നടക്കുന്ന ശബ്ദം കേൾക്കുന്നത്? സ്വർഗത്തിലുള്ള കാലടിപ്പാട് ആരുടെ ശബ്ദമാണ് കേൾക്കുന്നത്?
ഖാലൂ മറുപടി പറഞ്ഞു ഹാദിഹിൽ ഖുമൈസാ ബിൻതു മൽഹാൻ, മുസ്ലൈമിന്റെ ശരിക്കുള്ള പേരതാണ്, ഖുമൈസ എന്നായിരുന്നു. ഖുമൈസ അവരാണത് ഉമ്മു അനസ് ഇബ്നു മാലിക്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഉമ്മു സുലൈമിന്റെ കാലടി ശബ്ദമാണത് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിവരം ലഭിക്കുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ദിവസത്തിൽ പോലും ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങി എന്നാ ഞാൻ പറയുന്നത്. എന്നിട്ട് യാതൊരു തകരാറുമില്ലാതെ വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. എന്നാലും ഭർത്താവ് വന്ന ഒരു മൈൻഡുമില്ല, ഭർത്താവിൻ്റെ ഇഷ്ടവേഷങ്ങളും പരിഗണിക്കുന്നില്ല. ഞാൻ ഇങ്ങനെയൊക്കെ പോവുള്ളൂ എന്നൊരു മട്ടിൽ ആ രൂപത്തിൽ തന്നെ ജീവിക്കുമ്പോൾ അവിടെ അപസ്വരങ്ങൾ ഉണ്ടാകും, അവിടെ പ്രയാസങ്ങൾ ഉണ്ടാകും എന്ന് ഇസ്ലാം പറയാൻ. അതുകൊണ്ട് തന്നെ തൻ്റെ ഭർത്താവിൻ്റെ മുഴുവൻ ചിന്തയും തന്നിലേക്ക് ആകർഷിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഒരു ഭാര്യയുടെ മിടുക്കാണ്, ഒരു ഭാര്യയുടെ മിടുക്കാണ്. പരസ്ത്രീകളിലേക്ക്, മറ്റുള്ളവരിലേക്ക് എൻ്റെ ഭർത്താവിൻ്റെ ശ്രദ്ധ പോകാതിരിക്കാൻ വേണ്ടത് എന്താണെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് ഒരു ഭാര്യയുടെ കടമയാണ്. അതിനവൾക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കുമെന്നാണ് ഞാൻ പറയുന്നത്. അള്ളാഹു പ്രതിഫലം കൊടുക്കും. ഇവിടെ നോക്കി നിങ്ങൾ, ഈ രൂപത്തിലൊക്കെ തൻ്റെ ഭർത്താവിന് വേണ്ടി പ്രയാസമുള്ള ഘട്ടത്തിൽ പോലും ഇങ്ങനെയുള്ള ഒരു ത്യാഗത്തിന് തയ്യാറായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വർഗത്തിലാന്ന് ഇവിടുന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ആലോചിച്ച് നോക്കണം. അപ്പൊ ഇസ്ലാം അതിനൊക്കെ എത്രത്തോളം പ്രാധാന്യം എന്തുകൊണ്ട് കൊടുക്കുന്നു? ഇഷ്ടമറിഞ്ഞുകൊണ്ട് വർത്തിക്കുന്ന ഒരു ഭാര്യ ഉണ്ടാവുക എന്നുള്ളത് ഇസ്ലാം അതിൻ്റെ നിയമമായിട്ട് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ടാണ് ശുറൈഹുൽ ഖാദി എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ ഒരു കർമ്മശാസ്ത്ര പണ്ഡിതൻ, അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാം. അദ്ദേഹം ബനു ഹൻദല ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചപ്പോൾ ആദ്യ രാത്രിയിൽ തന്നെ അവർ ഉളുവെടുത്ത് 2 റക്അത്ത് ഭാര്യയും ഭർത്താവും നിസ്കരിച്ച് രണ്ടാളും അള്ളാഹുവിനോട് നന്മയ്ക്ക് വേണ്ടി തേടി കഴിഞ്ഞ ഉടനെ ഭാര്യ ഭർത്താവായ ശുറൈഹിനെ സമീപിച്ചുകൊണ്ട് പറയാണ്, ഇന്നിമ്രഅത്തുൻ ഗരീബ, എനിക്ക് നിങ്ങളെ പരിചയമില്ലാത്ത ഒരു വിദേശിയായ പെണ്ണാണ് ഞാൻ. ലാ ഇൽമ ലീ ബി അഖ്ലാഖിക, നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നിങ്ങളുടെ സ്വഭാവങ്ങളെക്കുറിച്ചൊന്നും എനിക്കൊരു പിടിപാടുമില്ല. ഫബയ്യിൻ ലീ മാ തുഹിബ്ബു ഫാതി, അങ്ങേക്ക് ഇഷ്ടപ്പെട്ടത് എന്തൊക്കെയാണെങ്കിൽ ഇന്നെനിക്ക് വിശദീകരിച്ചു തരണം, അതൊക്കെ ഞാൻ ചെയ്തോളാം. വമാ തക്റഹു, അങ്ങേക്ക് വെറുപ്പുള്ളത് എന്താണെങ്കിൽ അതും എന്നോട് പറയണം. ഫാബ്തഇദ് അൻഹു, ഞാൻ അതിൽ നിന്ന് വിട്ടുനിന്നോളാം. അങ്ങനെ ശുറൈഹുൽ ഖാദി പറയുകയാണ്, 10-20 കൊല്ലത്തോളം ഞാൻ അവളുടെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും എനിക്കവളെ ആക്ഷേപിക്കേണ്ടി വന്നിട്ടില്ല. എത്ര ശ്രദ്ധയോടുകൂടെ മുൻഗാമികൾ അവരുടേതായ ഈ രംഗം ചിന്തിച്ചു. ഇഷ്ടഭക്ഷണം, ഇഷ്ടവേഷവിധാനം, സ്നേഹപൂർവ്വം വിളമ്പിക്കൊടുക്കുക. സ്നേഹപൂർവ്വം മരുന്നുണ്ട് എന്ന് പറയുമ്പോൾ 2 നിലക്ക് ഒരു ഭർത്താവ് പറയണ് ഭയങ്കര തലവേദന എന്ന് പറയുമ്പോൾ ഒരു പെണ്ണിന് 2 നിലക്ക് അതിനെ ട്രീറ്റ് ചെയ്യാം. 2 നിലക്ക് ട്രീറ്റ് ചെയ്യാം. രണ്ടും സംഗതി നടപ്പുള്ളതാണ്. ഒരു പെണ്ണിന് വേണമെങ്കിൽ എന്ത് പറയാ, തലവേദന ഉണ്ടോ, എന്നാൽ അവിടെ വിക്സ് ഉണ്ട്, അവിടെ ഇരിക്കണം, എടുത്ത് പറ്റിക്കോളെന്ന് പറയും. അതൊരു മറുപടിയാണ്. കുഴപ്പമില്ല, വിക്സ് അവിടെ ഇരിക്കുന്നതിൻ്റെ അടുത്ത് പറ്റിക്കോളും, വിക്സ് പറ്റിയാൽ മാറിക്കോളും, ഞാനൊക്കെ അതാ ചെയ്യാറുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. വേറൊരു ട്രീറ്റ് നടത്താം. അതെന്താ, തലവേദന, അയ്യോ എന്തേ പ്രയാസം ഉണ്ടായോ, നല്ല വിഷമമുണ്ടല്ലേ, തലവേദന ഉണ്ടല്ലേ എന്നിങ്ങനെ തടയി കൊടുത്തു. ആ ഷെൽഫ് പോയിട്ട് ആ വിക്സ് എടുത്തു കൊടുന്ന് മൂടി തുറന്നു, ഇവിടെ രൂക്ഷമായി പുരട്ടി കൊടുത്തു, ആശ്വാസമായി. അതൊരു ട്രീറ്റ്മെൻറ്റാണ്. രണ്ടും 2 പെരുമാറ്റങ്ങളാണ്. ഏതാണ് ഒരു ഭാര്യയുടെ, ഏതാണ് ഒരു ഭർത്താവിൻ്റെ മനസ്സിനെ പിടിച്ചെടുക്കുക? ഏതാണ് പിടിച്ചെടുക്കുക? എല്ലാവർക്കും അറിയാം, 2ാമത്തെ ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത്. പക്ഷെ അതിന് തയ്യാറാകുന്നവർ വിരളം. അങ്ങോട്ട് പോകാൻ തന്നെയാണ്. ഭാര്യ ഇങ്ങനെ വിഷമിച്ച് കിടക്കണം, എവിടെ കിടന്നോ, ഗുളികണ്ട്, അവിടെ വനഡോൾഡ് വേണമെങ്കിൽ എടുത്തടിച്ചോ, അങ്ങനെ പറയാം ഒരു ഭർത്താവിന്. അല്ല, വിഷമമുണ്ടല്ലേ, അവിടെ അടുത്തിരുന്ന് ഒന്ന് ആശ്വസിപ്പിച്ച് തടവിക്കൊടുത്ത് പ്രാർത്ഥിച്ച്, اللهم رب الناس ذي بالباس يشفي أنت الشافي لا شفاء إلا شفاءك شفاء لا يغادر سقما. സാരല്ല, എന്താ മരുന്നുണ്ടോ, ഗുളിക, ഒരു വെള്ളം കൊടുത്ത് ഗുളിക അടിച്ചു. എന്ത് സന്തോഷമായി അവൾക്ക്. 2 ഇത് 2 കുടുംബങ്ങളിലുണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ മിടുക്കാണ്. ഇതിനൊക്കെ കൂലിയുണ്ട് എന്നാ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലമുണ്ട്. ആ രൂപത്തിൽ മുന്നോട്ട് പോയാൽ ബന്ധങ്ങൾ ഊഷ്മളമാകും. അവിടെ ബന്ധങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും നല്ല നിലക്കുള്ള ബന്ധമായിരിക്കും. ഇല്ലെങ്കിലോ എന്താ ചെയ്യാൻ, മുന്നോട്ട് പോകുന്നേ എന്നും പറഞ്ഞിട്ടിങ്ങനെ 2 കൂട്ടരും പരസ്പരം പല്ലുകടിക്കും. അങ്ങനെയൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ ഈ ചങ്ങായിനായിട്ടാണ് മുന്നോട്ട് പോകുക എന്നോളും, ബളേറ്റാണ് മുന്നോട്ട് പോകുക എന്ന് ഇവനും. അങ്ങനെയൊക്കെയാണ് ആലോചിക്കുന്ന ഒരു ദുരന്തം. ഒരു സുഖമില്ലല്ലോ, ഇതൊരു സമാധാനമില്ലല്ലോ.
പിണക്കങ്ങൾ ഉണ്ടാകും, അത് ഇണക്കളിലോടത്തൊക്കെ പിണക്കുണ്ടാവും, അതൊക്കെ ഒരു രസമാണ്, അതും പ്രശ്നമല്ല. പക്ഷേ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു പിണക്കങ്ങളാകുമ്പോൾ അതിങ്ങനെ പിന്നെ പ്രയാസങ്ങളിലേക്കാണ് നീങ്ങുക. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. നല്ല നിലക്കുള്ള കുടുംബ ജീവിതങ്ങൾ അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം, ആ മെസ്സേജുകളൊക്കെ പകർന്നു കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും നേരിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകുവാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ, ഒരുപാട് കടമകൾ ഇസ്ലാം പഠിപ്പിച്ച വേറെയും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത അവസരത്തിൽ വിശദീകരിക്കണം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഇതുപോലെയുള്ള സദസ്സുകൾ, ഈ സദസ്സുകൾ നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമല്ല, നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകളെയൊക്കെ ഇത്തരത്തിലുള്ള നല്ല നല്ല സദസ്സുകളിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അവർ ദീന് പഠിക്കട്ടെ. ഒരാൾ നിങ്ങളുടെ ഒരു സന്ദേശം, നിങ്ങളുടെ ഒരു ഫോൺ കോള്, നിങ്ങളുടെ ഒരു ബന്ധപ്പെടൽ കാരണത്താൽ ഒരു നല്ല വേദിയിലേക്ക് വന്നാൽ, അവരാ വേദിയിൽ വെച്ചൊരു നന്മ പഠിച്ചാൽ നിങ്ങൾക്കും അതിൻ്റെ പ്രതിഫലമുണ്ടല്ലോ. മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ഒരാൾക്കൊരു നന്മ അറിയിച്ചു കൊടുത്താൽ ആ വ്യക്തി ചെയ്യുന്നതിൻ്റെ തത്തുല്യമായ പ്രതിഫലം അവർക്കൊട്ടും കുറയാതെ അറിയിച്ചു കൊടുത്ത വ്യക്തിക്കുമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. അത് വളരെ കൃത്യമായി തന്നെ നമ്മളത് ഉൾക്കൊള്ളണം. വാട്സപ്പിൽ കേൾക്കൂലേനാ പലരും എന്ന് പറയാം. ശൈത്താൻ ഇന്ന് കണ്ടുപിടിച്ചൊരു കുതന്ത്രാണത്. ശൈത്താൻ ഇന്ന് കണ്ടുപിടിച്ചൊരു കുതന്ത്രാണെന്ത്? ആളുകളെ വേദികളിൽ നിന്ന് തടഞ്ഞു നിർത്താൻ ശൈത്താൻ കണ്ടുപിടിച്ചൊരു കുതന്ത്രം എന്താണെന്നറിയോ? അതിപ്പോൾ പോയില്ലേലും കുഴപ്പമില്ല, വാട്സപ്പിൽ ഉണ്ടാവുമല്ലോ, വാട്സപ്പ് കേൾക്കൂല. അപ്പോൾ ശൈത്താനും സന്തോഷമായി. പോയാൽ അവിടുന്നെങ്കിലും കേൾക്കുമായിരുന്നു, അതില്ല. വാട്സപ്പോ അത് 2 മിനിറ്റ് കേട്ടിട്ട് പിന്നെ നിർത്തി വെച്ചു. അപ്പോഴേക്കൊന്ന് മുത്രയ്ക്കാൻ പറ്റി, അപ്പോഴേക്കൊരു ഫോൺ കോൾ വന്നു, അങ്ങനെ അത് പിന്നെ അത് കേൾക്കൂല. കേൾക്കാതാവലാണ് ശൈത്താൻ. നന്മയിൽ നിന്ന് വഴിമുടക്കലാണ് ശൈത്താൻ്റെ ജോലി. അതുകൊണ്ട് എല്ലാവരും ഇസ്ലാമികമായ സന്ദേശങ്ങളെ അതിൻ്റെ യഥാർത്ഥമായ കൃത്യമായ നിലക്ക് മനസ്സിലാക്കുകയും മറ്റുള്ളവരിലേക്ക് ആ ഉത്ബോധനങ്ങൾ കൈമാറുകയും നല്ല നല്ല കാര്യങ്ങളിൽ കൂടുതൽ ഉന്മേഷത്തോടും ആവേശത്തോടും കൂടി മുന്നോട്ട് വരികയും ചെയ്യണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ മാർഗത്തിൽ സഹകരിക്കുന്ന, എല്ലാ തിന്മകളോടും നിസ്സഹകരണ മനോഭാവം പ്രകടിപ്പിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, എല്ലാ വിശ്വാസികൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവൻ്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് അല്ലാഹു നമ്മയെല്ലാം കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്ന വസായിറ ബിലാദിൽ ആലമീൻ. റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫി അംരിനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ على القوم الكافرين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.